ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് അരോമാറ്റിസിറ്റി ഓഫ് സ്പെഷ്യൽ ടൈപ്പ് മോളിക്യൂൾസ് ലൈക്ക് അസുലിൻ, ഫൾവലിൻ ആൻഡ് ഫൾവിൻ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഞാൻ അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നോക്കൂ, ഈ ഒരു മോളിക്യൂള് ദീസ് ആർ സം കൈൻഡ് ഓഫ് ഫ്യൂസ്ഡ് മോളിക്യൂൾ. ഇത് ഫ്യൂസ് ആയിട്ടുള്ള കുറച്ച് മോളിക്യൂൾ ആണ്. ഇവര് എന്താണ് സ്പെഷ്യൽ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഡൈപോൾ മൊമെന്റ് കാണിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് ഇവരുടെയൊക്കെ എന്താണ് ഡൈപോൾ മൊമെന്റ് ആണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഡൈപോൾ മൊമെന്റ്? നമുക്കറിയാം ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ഫിനോമിന എങ്ങനെ ഉണ്ടാവുക? ഇറ്റ്സ് ഡ്യൂ ടു ചാർജ് സെപ്പറേഷൻ അല്ലെ? ചാർജ് സെപ്പറേഷന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുക? ഡൈപോൾ മൊമെന്റ് കാണിക്കുക, റൈറ്റ്? അപ്പൊ ഇവിടെ ഒരു വെൽ നോൺ എക്സാമ്പിൾ ആണ്. ദിസ് മോളിക്യൂൾ ഈസ് കോൾഡ്, ദിസ് ഫെലോ ഈസ് കോൾഡ് അസുലിൻ. ഇതിനെയാണ് നമ്മൾ അസുലിൻ എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഒരു റെസണൻസ് സ്ട്രക്ചർ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. നോക്കൂതാ, ഈ പൈ ബോണ്ട് ഈ പൊസിഷനിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആസ് എ റിസൾട്ട് ഈ പൈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം വാലൻസി ഞാൻ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാർബണിന്റെ വാലൻസി 4 അത് എക്സീഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് സൈമൾട്ടേനിയസ്ലി ഈ പൈ ബോണ്ട് ഈ കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. നോക്കൂ, അപ്പൊ ഈ ഒരു പൈ ബോണ്ട് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഈ കാർബണിന്റെ ഒരു വാലൻസി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്. ന്യൂ പൈ ബോണ്ട് ഇവിടുത്തെ ഈ ഒരു പൈ ഇലക്ട്രോൺ ഇവിടെയാണ് വന്നത്, റൈറ്റ്? അതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ചാർജ്. ഇനി യു ജസ്റ്റ് ഒബ്സർവ് ദീസ് ടു റിംഗ്. ഫസ്റ്റ് ദിസ് റിംഗ്, what is this basically? This is nothing but cycloheptatrinyl cation, right? ഇത്രയും പൊസിഷൻ. ഓക്കെ, സോ നമുക്കറിയാം cycloheptatrinyl cation is aromatic in nature. Now another fellow is cyclopentadienol anion. It's also aromatic. സോ ഇങ്ങനെ ഒരു ചാർജ് സെപ്പറേഷൻ, ഇങ്ങനെ ഒരു പോളറൈസേഷൻ നടക്കുന്നതിന്റെ ഫലമായി നമുക്ക് 2 റിംഗിലും ആരോമാറ്റിസിറ്റി ഇതിനെ അക്യൂർ ചെയ്യാൻ പറ്റും. വി നോ ദാറ്റ് ആരോമാറ്റിസിറ്റി ഈസ് എ വെൽ നോൺ സ്റ്റെബിലൈസേഷൻ ഫിനോമിന. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു മോളിക്യൂൾ ഇത് എപ്പോഴും എന്തിനുള്ള ഒരു ടെൻഡൻസിയെ കാണിക്കുക? ഇങ്ങനെ ഇലക്ട്രോൺ ഷിഫ്റ്റ് നടന്നിട്ട് ആരോമാറ്റിസിറ്റി ഗെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് അത് കാണിക്കുന്നത്. റെഡി? ഓക്കെ, അപ്പൊ ഇതാണ് അസുലിൻ. അസുലിന്റെ ആ ഒരു ക്ലാസ്സിൽ വരുന്ന വേറൊരു കോമ്പൗണ്ട് ആണ് പെന്റലീൻ, റൈറ്റ്? ഹെപ്റ്റലീൻ എന്നൊക്കെ പറയുന്ന കോമ്പൗണ്ടുകൾ. ഓക്കെ, ഈ പെന്റലീന് ഇതുപോലെ എന്ത് കാണിക്കത്തില്ല? പോളറൈസേഷൻ കാണിക്കത്തില്ല, അതായത് ചാർജ് ഉണ്ടാവില്ല. അതിന്റെ റീസൺ എന്താന്ന് വെച്ചാല് ഇതിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൽ ഒരു റിംഗ് വേണേൽ ആരോമാറ്റിസിറ്റി കിട്ടും, പക്ഷെ മറ്റേ റിംഗ് ആന്റി ആരോമാറ്റിക് ആയിരിക്കും. ഇതിന്റെ ആരോമാറ്റിസിറ്റി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ റൂൾ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യും. അപ്പൊ ഇതിൽ നിങ്ങൾ അസുലിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അസുലിൻ ഈസ് എ ഇവിടെ തന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഹൈഡ്രോകാർബൺ, ദിസ് ഐസോമർ ഓഫ് നാഫ്തലീൻ. ഓക്കെ, അസുലിൻ ഈസ് അരോമാറ്റിക് കോമ്പൗണ്ട് വിത്ത് എ ലാർജ് ഡൈപോൾ മൊമെന്റ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പോൾ ലാർജ് ഡൈപോൾ മൊമെന്റ് എന്തുകൊണ്ട് കാണിക്കുന്നു വെച്ചാൽ ഇതുപോലെ ഇലക്ട്രോണിക് ഷിഫ്റ്റ് നടക്കുന്നതിന്റെ ഫലമായി അതിന് ചാർജ് സെപ്പറേഷൻ ഉണ്ടാവും. സോ ഇറ്റ് വിൽ എക്സിബിറ്റ് high dipole moment. Okay, that is the case of azulene. Azulene is a aromatic compound, while fulvalin is, I already mentioned that fulvalin is a special type of molecule in which you can see an exocyclic double bond. This kind of exocyclic double bond where two ring they bind together by means of this exocyclic double bond. Okay, ഇങ്ങനെ ഒരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ടിന്റെ പ്രസൻസിൽ എന്താവും? ഇങ്ങനെ ഒരു ഫ്യൂസ്ഡ് മീൻസ് ഇങ്ങനെ കണക്റ്റഡ് സ്ട്രക്ചർ ഉണ്ടാവുക. അപ്പോ ഇവിടെയും ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള നമുക്ക് ഇതുപോലെ എന്ത് കാണാൻ പറ്റും? ഡൈപോൾ മൊമെന്റ് കാണാൻ പറ്റും. ഓക്കെ,
അപ്പോ ഇങ്ങനെ ഡൈപോൾ മൊമെന്റ് ഇതിൽ ഏതിലാണ് ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എങ്ങനെ, അപ്പൊ നോക്കൂ, ഇത് രണ്ട് ഓപ്ഷൻ. ഈ പൈ ബോണ്ടിന് ഒന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ ഷിഫ്റ്റ് ചെയ്താൽ യു വിൽ എൻഡ് വിത്ത് അപ്പൊ ഇവിടേക്ക് ഇലക്ട്രോൺ വന്നു, അപ്പൊ അവിടെ നെഗറ്റീവ് ചാർജ്, ഇവിടുന്ന് ഇലക്ട്രോൺ പോയി, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്. നോക്കൂ, ദിസ് ഈസ് cyclopropynyl anion is anti-aromatic. This is cyclopropynyl cation is aromatic. അതായത് ഇതിൽ പോളറൈസേഷൻ ഹോമോ ഫൾവലിൻ ആണെങ്കിൽ, ഹോമോ എന്ന് വെച്ചാൽ ഒരേ റിങ്ങുകളാണെങ്കിൽ പോളറൈസേഷന്റെ ഫലമായി ഒരു റിങ് ആരോമാറ്റിക്കും മറ്റത് ആന്റി ആരോമാറ്റിക്കും ആയിരിക്കും. അപ്പോ ഓവറോൾ സിസ്റ്റം എന്താണ്? ഇറ്റ്സ് നോൺ ആരോമാറ്റിക്. ഇവര് രണ്ടും ഓരോ ഈ മൂന്ന് തന്നിട്ടുള്ള ഈ മൂന്ന് സ്ട്രക്ചറും അതെന്നാണ് സംഭവിക്കുക, മൂന്നിലും അതാണ് സംഭവിക്കുക. കാരണം ഓവറോൾ എന്താ സംഭവിക്കുക, ഇതിലും ഇതുപോലെ ചാർജ് സെപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ 6π ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യും, ഇവിടെ 4π ഇലക്ട്രോൺ ജനറേറ്റ് ചെയ്യും. സോ ഇത് ആന്റി ആരോമാറ്റിക് സിസ്റ്റം ആയിരിക്കും, ഇത് ആരോമാറ്റിക് സിസ്റ്റം ആയിരിക്കും. ബട്ട് ഓവറോൾ സിസ്റ്റം ഈസ് നോൺ ആരോമാറ്റിക്. സിമിലർ വേ ഇവിടെയും പോളറൈസേഷൻ നടക്കുന്നതിന്റെ ഫലമായി യു വിൽ എൻഡ് അപ്പ് വിത്ത് 8π system here and 6π system here. It is nothing but foreign system, that is anti-aromatic, right? Here it is aromatic. അപ്പൊ ഒരു റിങ് ആരോമാറ്റിക് ആവും, ഒരു റിങ് ആന്റി ആരോമാറ്റിക് ആവും. ഹോമോ ഫൾവലിന്റെ കേസിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ഈ ഓവറോൾ സിസ്റ്റം ഈസ് നോൺ ആരോമാറ്റിക്. But if you are observing this hetero fulvalene, hetero means one system is 5-membered and other system 3-membered. Interestingly, this molecule showing high dipole moment, that is 6.3 di. Why? If you perform this kind of electronic shift, if I am doing this way, ഞാൻ ഇങ്ങനെയാണ് അത് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? You will end up with a wonderful structure. ഇവിടെ ഡബിൾ ബോണ്ട്, റൈറ്റ്? ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ കാണിക്കുന്നില്ല. സോ ഇതാ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് അല്ലെ, ഇവിടെ പോസിറ്റീവ് ചാർജ്. സോ ബേസിക്കലി നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഇതാ ഈ ഒരു പോർഷൻ ഇറ്റ്സ് എ സൈക്ലോപെന്റാഡൈനൈൽ ആനയോൺ, സോറി ഓക്കെ. സോ എന്താ ഇവിടെ ആനയോൺ ഫോം ചെയ്യും, ഇവിടെ കാറ്റയോൺ ഫോം ചെയ്യും. ഓക്കെ, ആസ് യു നോ വെരി വെൽ, എന്താണ് സൈക്ലോപെന്റാഡൈനൈൽ ആനയോൺ എൻറ്റിറ്റി ആണ് ഇത് സൈക്ലോപ്രോപ്പിനൈൽ കാറ്റയോൺ എൻറ്റിറ്റി ആണ്. ബോത്ത് ആർ ആരോമാറ്റിക് സിസ്റ്റം അല്ലെ, രണ്ടും ആരോമാറ്റിക് സിസ്റ്റം ആണ്. പക്ഷെ അതിന്റെ പോളറൈസേഷൻ വളരെ ഡിഫൈൻഡ് ആണ്. ഇറ്റ് ഷുഡ് മൂവ് ടുവേർഡ്സ് ദി സൈക്ലോപെന്റാഡൈനൈൽ ഫ്രാഗ്മെന്റ് അല്ലേ. ഇനി തിരിച്ചാണെന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക? തിരിച്ചാണെങ്കിൽ രണ്ടും ആന്റി ആരോമാറ്റിക് ആയി പോകും അല്ലെ. ഇവിടെയും 4π സിസ്റ്റം ജനറേറ്റ് ചെയ്യും, ഇവിടെയും 4π സിസ്റ്റം ജനറേറ്റ് ചെയ്യും. അപ്പൊ പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് പല ചോദ്യം ഉണ്ടാവും. ഒരുപാട് മോളിക്യൂൾ തന്നെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഷോയിങ് ഹൈ ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ഇനി അല്ലേല് ഈ ഒരു ഫൾവലീൻ, ഇതിന്റെ പേര് തന്നെ ജനറലി ഫൾവലീൻ എന്നാ പറയാ. മറ്റേത് പെന്റാട്രയ എന്നൊക്കെ പറയുന്നത് ഇയാൾ ഫൾവലീൻ എന്ന് ജനറലി പറയും. സോ ഫൾവലീന്റെ എക്സാക്ട് പോളറൈസേഷൻ, ആ പോളറൈസേഷൻ എങ്ങോട്ടേക്കാ വരിക? 5-membered റിങ്ങിലോട്ടേക്കാണ് വരിക. അതിന്റെ റീസൺ അങ്ങനെ വന്നു വെച്ചാല് രണ്ട് റിങ്ങിനും എന്ത് കിട്ടും? ആരോമാറ്റിസിറ്റി കിട്ടും. റെഡി. Any another class is fulvene. Simply fulvene. It is nothing but exocyclic pi bond ഉള്ള സിസ്റ്റം. ഇവിടെ ഞാൻ 3 ഫൾവീൻ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ട്രയാഫൾവീൻ, ഇറ്റ് ഈസ് പെന്റാഫൾവീൻ, ഇറ്റ് ഈസ് ഹെപ്റ്റാഫൾവീൻ. ഇതിനൊരു എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് ഉണ്ട്. ഇതിന് 2 പോളറൈസേഷൻ പോസിബിലിറ്റി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇതാക്കുന്ന, ഇപ്പൊ ഇതില് ഈ ഒരു ആരോ വരുന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്? ഇങ്ങനെയാണ് പോളറൈസേഷൻ സംഭവിച്ചത്. ആസ് എ റിസൾട്ട് യു വിൽ എൻഡ് വിത്ത് സൈക്ലോപ്രോപ്പീനിൽ ആനിയോൺ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് കാറ്റയോൺ. ഇവിടെ തെറ്റിട്ടതിന്റെ റീസൺ എന്താ വെച്ചാല് മറ്റതിനെ അപേക്ഷിച്ച് ഇത് അൺഫേവറബിൾ ആണ്. കാരണം
ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു സൈക്ലിക് സിസ്റ്റം ഇറ്റ്സ് റിസംബിൾസ് ആന്റി ആരോമാറ്റിസിറ്റി. ഇറ്റ് റിസംബിൾസ് ആന്റി ആരോമാറ്റിക്. ബട്ട് ദ മോളിക്യൂൾ മൊത്തം നമുക്ക് ആരോമാറ്റിക് ആണോ ആന്റി ആരോമാറ്റിക് ആണോ എന്നുള്ളതിൽ അത് കോൺട്രഡിക്ടറി ആണ്. പക്ഷെ പോളറൈസ്ഡ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് അത് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാം. പോളറൈസ്ഡ് സിസ്റ്റത്തിൽ ഇനി നോക്കൂ, തിരിച്ചാന്ന് വെച്ചാൽ എന്താ സംഭവിക്കുക? ഞാൻ ഇങ്ങനെയാണ് ചെയ്തു. ഓക്കെ, എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? യു വിൽ എൻഡ് വിത്ത് കാറ്റയോൺ ഹിയർ, ആനിയോൺ ഹിയർ. നോക്കൂ, ഈ സിസ്റ്റം എന്തുവാ? സൈക്ലോപ്രൊപ്പീനിൽ കാറ്റയോൺ അല്ലേ? ഇറ്റ് ഈസ് ആരോമാറ്റിക്. സോ ഇതാണ് ഫേവറബിൾ ആയിട്ടുള്ള പോളറൈസേഷൻ. സിമിലർ വേ ഇതിന്റെ കേസിൽ നമ്മൾ ഇങ്ങനെ പോളറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ എൻഡ് വിത്ത് ദിസ് സ്പീസീസ് അല്ലെ. ഇതെന്താണ്? സൈക്ലോ പെന്റ ഡൈനിൽ ആനിയോൺ ആണ്, ആരോമാറ്റിക് ആണ്. പക്ഷേ പോളറൈസേഷൻ തിരിച്ചാണ് സംഭവിക്കുന്നത് വെച്ചാൽ എന്താ സംഭവിക്കുക? ഇങ്ങനെയാണ് വെച്ചാൽ എന്താ സംഭവിക്കുക? യു വിൽ എൻഡ് വിത്ത് സൈക്ലോ പെന്റ ഡൈനിൽ കാറ്റയോൺ. വി നോ ദാറ്റ് ഇറ്റ് ഈസ് ആന്റി ആരോമാറ്റിക്. അതുകൊണ്ട് ഇത് ലെസ് ഫേവറബിൾ ആണ്. ഇതാണ് ഫേവറബിൾ ആയിട്ടുള്ള പോളറൈസേഷൻ. ഓക്കെ, അതുപോലെ ഇതിന്റെ കേസിലും ഇഫ് യു ഡു ദിസ് പോളറൈസേഷൻ യു വിൽ എൻഡ് വിത്ത് ദിസ് സ്പീഷീസ്. This is known as cycloheptatrinyl cation, which is well known aromatic compound. If you do the opposite direction, what will happen? You will end up with the cycloheptatrinyl anion. This is well known anti-aromatic system. Okay, or non-aromatic system. Exceptionally, it is non-aromatic system. Okay. അപ്പോൾ ഇതിൽ ഫേവറബിൾ ആയിട്ടുള്ള പോളറൈസേഷൻ ഇതാണ്. ഓക്കെ, ഇതാണ് ഫൾവി എന്ന് പറയുന്ന സിസ്റ്റം. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷ ചിലപ്പോൾ ഓപ്ഷനിൽ ഇത് തന്നിട്ട് ആരോമാറ്റിക് ആണോ ആന്റി ആരോമാറ്റിക് ആണോ എന്നുള്ള ചോദ്യത്തിൽ നമുക്ക് അയാളെ അങ്ങനെ കട്ട് ആൻഡ് റേറ്റ് പറയാൻ പറ്റില്ല. ഇതൊക്കെ റിസർച്ച് നടക്കുന്ന ഫീൽഡുകളാണ്. അപ്പൊ ഇത് ബേസിക്കലി ഇയാള് നമുക്ക് എന്താണ് 2 2 4 ഇത് നമുക്ക് ആരോമാറ്റിസിറ്റിയിൽ അതിനൊന്നും നോൺ ആരോമാറ്റിക് സിസ്റ്റം ആയിട്ട് വരെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പക്ഷെ പോളറൈസ്ഡ് സിസ്റ്റം തന്നാൽ നിങ്ങൾക്ക് അത് ബേസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, റെഡി. പിന്നെ ഡിപ്പെൻഡ് അപ്പോൺ ഓപ്ഷനുകൾ തന്നിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് അത് നോക്കിയിട്ട് പറയാം. ഓക്കെ, സപ്പോസ് ഇത് 3 തന്നു, ഇതിലേതാ ആരോമാറ്റിക് എന്നൊക്കെ ഒരു ചോദ്യം അങ്ങനെ ഒരു ചോദിക്കുകയാണെങ്കിൽ അത് എക്സാമിനർ ഉദ്ദേശിക്കുന്നത് അതിന്റെ പോളറൈസ്ഡ് സ്ട്രക്ചറിനെ കുറിച്ചായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാം, ഇതിൽ ആരോമാറ്റിസിറ്റി രണ്ടും പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ മോർ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ വരുമല്ലോ. 3 സംഭവം 3 ഫേവറബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ വരും അല്ലെ. അപ്പൊ ആ ചോദ്യം പ്രസക്തി ഇല്ല. അപ്പൊ പോളറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ട്രക്ചർ തന്നിട്ട് ഞാൻ ചോദിക്കാം. ഓക്കെ, ഇത് അങ്ങനെയാണ്. അത് ഇങ്ങനെ പോളറൈസ്ഡ് അല്ലാതെ പറയും. ഫുൾവലീനും ഫുൾവീൻസും അസുലീനും എല്ലാം തന്നിട്ട് ഏതാ ഏറ്റവും കൂടുതൽ പോളർ ഡൈപോൾ മൊമെന്റ് ഉള്ളതെന്ന് വെച്ചാൽ എങ്ങനെ എഴുതും? ശരിയാ, ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെന്റോ? ഡൈപോൾ മൊമെന്റ് ഏതിനാണുള്ളതെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാല് ഓക്കെ, അത് നമുക്ക് അത് ഡൈപോൾ മൊമെന്റ് വാല്യൂ അറിഞ്ഞാലേ പറയുന്നുണ്ടാവുള്ളൂ. പക്ഷെ റിലേറ്റീവ് ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോ ഇതിൽ അസുലീനും തന്നു, ഈ അസുലീൻ തന്നു, അതുപോലെ തന്നെ പിന്നെ ഇതും തന്നു, ഈ മോളിക്യൂളും തന്നു അല്ലെ. ഈ മോളിക്യൂൾ ഇതിനിപ്പോ 6.3 ഉണ്ട്. അസുലീന്റെ ഡൈപോൾ മൊമെന്റ് എത്രന്നൊക്കെ അറിയില്ല, അത് നോക്കി നമുക്ക് കറക്റ്റ് പറയാം കേട്ടോ. അപ്പൊ അങ്ങനത്തെ വാല്യൂ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം റെയർ ആയിരിക്കും. നമുക്ക് റിലേറ്റീവ് ആയിട്ട് പറയാം. അവരെ നമുക്ക് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഡിഫറെന്റ് ക്ലാസ് മോളിക്യൂൾ അല്ലേ. അപ്പോ രണ്ടിനും ഒരേ സാധ്യതയാണ്. കാരണം ഫൾവലീന്റെ കേസിൽ ഇതാണ് ഫൾവലീന്. ഓക്കെ, ഈ മോളിക്യൂൾ ഇത്രയും വരാൻ കാരണം ഇതിന് കുറെ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നുകൊണ്ടാണ്. ബെയർ ഫൾവലീൻ ഇത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോ ഇത് രണ്ടും ആരോമാറ്റിസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് തന്നെ ആയിരിക്കും, അസുലീന് തന്നെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുക. ഓക്കെ, അസുലീന് തന്നെ ഉണ്ടാവുമായിരിക്കും. കാരണം ആ മോളിക്യൂൾ എന്റർ പ്ലെനാർ മോളിക്യൂൾ ആണ്, ഫ്യൂസ്ഡ് സിസ്റ്റം ആണ്, എന്റർ പ്ലെനാർ മോളിക്യൂൾ ആണ്. ഇതിന് ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള മോളിക്യൂൾ തന്നാൽ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. അപ്പൊ ആ രണ്ടും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഒക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പോ അസുലീൻ ആയിരിക്കാം കൂടുതൽ അതിൽ വരിക അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് സിറ്റുവേഷനിൽ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടഡ് സിറ്റുവേഷനിൽ ഇത് വേരി ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ള ചോദ്യം റെയർ ആയിരിക്കും. കാരണം നമുക്ക് അത് വാല്യൂ അറിയാതെ നമുക്ക് കറക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആരോമാറ്റിസിറ്റിന്റെ കണ്ടീഷൻ വെൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ അസുലീന്റെ ഫസ്റ്റ് മോളിക്യൂൾ ആണ്. കാരണം അത് എന്റർ മോളിക്യൂൾ ഫ്യൂസ്ഡ് ആയതുകൊണ്ട് പ്ലെനാർ ആണ്, സൈക്ലിക് ആണ്, കോൺജുഗേറ്റഡ് ആണ്. പിന്നെ ഈ രീതിയിൽ അതിന് പോളറൈസേഷനും പോസിബിൾ ആണ്. ഓക്കെ, റെഡി.
ഓക്കെ, ഇനി ഇത് ബേസ് ചെയ്തിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, അമംഗ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ദ വൺ വിച്ച് ഹാസ് ഹൈയസ്റ്റ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ നോക്കൂ, ഇത് രണ്ട് ഹോമോ ഫൾവലീൻ ആണ്, റൈറ്റ്? ഇത് ഹോമോ ഫൾവലീൻ ആണ്, പെന്റാ ഫൾവലീൻ ആണ്. ഇത് ഹെട്രോ ഫൾവലീൻ ആണ്, ഇതും ഹെട്രോ ഫൾവലീൻ ആണ്. ഇത് ഫൾവീൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഓപ്ഷൻ ഒഴിവാക്കാം, ഇതും ഓപ്ഷൻ ഒഴിവാക്കാം അല്ലെ? കാരണം നമുക്കറിയാം ഇത് ഫൾവിയിലാണ്, ഇത് ഹോമോ ഫൾവലീൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ പോളറൈസേഷൻ ഇതിൽ പോസിബിൾ അല്ല, ഇതിനും പോളറൈസേഷൻ വളരെ റെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഹെട്രോ ഫൾവലീൻ ആണ് നോക്കേണ്ടത്. അപ്പൊ ഇതിന്റെ കേസിൽ ഇതിനെ ഇങ്ങനെ പോളറൈസ് ചെയ്യാം. ഓക്കെ, പോളറൈസ് ചെയ്യാം. ഇത് ചിലപ്പോൾ മൾട്ടി സെലക്ട് ക്വസ്റ്റ്യൻ ആവാൻ രണ്ട് ആൻസർ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ഓക്കെ റെഡി റെഡി. ഓക്കെ, ഇല്ല ഒരു ആൻസർ ഉള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ ഇത് ആക്കി കഴിഞ്ഞാൽ യു വിൽ എൻഡ് അപ്പ് വിത്ത് you will end with this structure. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. We know that it is cycloheptatrienal, cation is aromatic, cyclopentadienyl anion is aromatic. So both ring acquire aromaticity by means of this kind of polarization. തിരിച്ചാണെന്ന് വെച്ചാൽ തിരിച്ചു വരില്ല, രണ്ടും ആന്റി ആരോമാറ്റിക് ആവും. അപ്പൊ രണ്ടും ആരോമാറ്റിക് വരാനുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതേ ഫോം ചെയ്യുള്ളൂ. ഇനി എന്തുകൊണ്ട് ഇതിന് വരുന്നു? സപ്പോസ് ഇത് ഇങ്ങനെ പോളറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിങ് ആരോമാറ്റിക് ആയിരിക്കും, ഈ റിങ് ആന്റി ആരോമാറ്റിക് ആയിരിക്കും. ഇനി അതല്ല, അയാൾ തിരിച്ചാണ് പോളറൈസ് ചെയ്യുന്നത് വെച്ചാല് ഈ റിങ് ആരോമാറ്റിക് ആവും, ഈ റിങ് ആന്റി ആരോമാറ്റിക് ആവും. സോ ഓവറോൾ സിസ്റ്റം ഈസ് നോൺ ആരോമാറ്റിക്. Overall system is non-aromatic. So option B ആണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓപ്ഷൻ ബിയിൽ ഹയസ്റ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ചാർജ് സെപ്പറേഷൻ ഉണ്ടാവും. അപ്പൊ ഓപ്ഷൻ ബിയിൽ ഈ രീതിയിൽ പോളറൈസേഷൻ നടന്ന് ഇത് ഇങ്ങനെ ചാർജ്ഡ് സ്പീഷീസ് ആയിട്ടാണ് നിൽക്കുക. അതിന്റെ റീസൺ അങ്ങനെ രണ്ട് റിങ്ങിനും ആരോമാറ്റിസിറ്റി കിട്ടും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അമംഗ്സ്റ്റ് ദ ഫോളോയിങ് ദ കോമ്പൗണ്ട് വിച്ച് ഹാസ് ലോവസ്റ്റ് എനർജി ബാരിയർ ഫോർ ദ സിസ് ട്രാൻസ് ഐസോമറൈസേഷൻ. ക്വസ്റ്റ്യൻ ഒരേ കൺസെപ്റ്റ് പല രീതിയിൽ ചോദിക്കാം, നിങ്ങൾക്ക് ആ ഐഡിയയും കൂടി ഉണ്ടാവും. സിസ് ട്രാൻസ് ഐസോമറൈസേഷൻ എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടിലുള്ളതാണ് അല്ലെ? സപ്പോസ് ആർ ഹിയർ എച്ച് എച്ച്. ഓക്കെ, പിന്നെ വേറൊരു മോളിക്യൂള് ആർ ഹിയർ എച്ച് ഹിയർ H here. Now we know that this is cis, this is trans, അല്ലേ? അപ്പൊ ചോദ്യം ഇതാണ്, ഇതിൽ ലോ എനർജി ബാരിയർ എന്താന്ന് വെച്ചാല് ഇതിൽ നിന്നും ഇതിലോട്ട് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഈ ബോണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത. ലോ എനർജി ബാരിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് സിസ് ട്രാൻസ് ഐസോമറൈസേഷൻ എങ്ങനെ പോസിബിൾ ആവുള്ളൂ? ഡബിൾ ബോണ്ട് പോയിട്ട്, കാരണം ഫ്രീ റൊട്ടേഷൻ സിംഗിൾ ബോണ്ടിലേ പോസിബിൾ ആവുള്ളൂ. അപ്പൊ ഇവിടെ ഈ തന്നിട്ടുള്ള മോളിക്യൂളില് സിസ് ട്രാൻസ് ഐസോമറൈസേഷൻ എന്ന് ചോദിച്ചാൽ ആ ഡബിൾ ബോണ്ട് ഏതിലാണ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇത് നോക്കൂ, നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷന്. അപ്പൊ ചോദ്യം തന്നെയാണ്, ഡൈപോൾ മൊമെന്റിന്റെ അതേ കൺസെപ്റ്റ് ആണ്, അതായത് ഡബിൾ ബോണ്ട് എക്സോസൈക്ലിക് ഡബിൾ ബോണ്ട് പോളറൈസേഷൻ ആണ്. ഓപ്ഷൻ ഡി നമുക്ക് ഒഴിവാക്കാം, കാരണം ഹോമോ ഫൾവലീൻ ആണ്. ഓപ്ഷൻ ബിയും നമുക്ക് ഒഴിവാക്കാം, കാരണം അതും ഹോമോ ഫൾവലീൻ ആണ്. റെഡി. ഇനി ഇതാ രണ്ട് ഫൾവലീൻ തന്നിട്ടുണ്ട്, നേരത്തെ അതേ കൺസെപ്റ്റ് തന്നെ. അപ്പൊ നമ്മുടെ ശരിക്ക് ഫൾവലീൻ എന്ന് പറയുന്നതിൽ എന്താണ് ഉണ്ടാവുക? ഒരു 5 മെമ്പേർഡും ഒരു 7 മെമ്പേർഡും ആണ് വരുന്നത്. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ അതേ കൺസെപ്റ്റ് തന്നെയാണ്, വേറെ രീതി ചോദ്യം ചോദിച്ചെന്നുള്ളൂ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലെ? അതിൽ ലോവസ്റ്റ് എനർജി ബാരിയർ അതാണ്. അപ്പൊ അതിലാണ് ഇങ്ങനെ പോളറൈസേഷൻ നടക്കും. അപ്പൊ ഇവിടെയും ആരോമാറ്റിക് സിസ്റ്റം വരും, ഇവിടെ ആരോമാറ്റിക് സിസ്റ്റം വരും. ഇതില് പോളറൈസേഷൻ നടന്ന ഒന്ന് ആരോമാറ്റിക് ആവും, ഒന്ന് ആന്റി ആരോമാറ്റിക് ആവും. അതുകൊണ്ട് ഇയാൾ വരത്തില്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ അപ്ലിക്കേഷൻ ലെവലിൽ ഇങ്ങനെയാണ് ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി. നൗ വി മൂവ് ഓൺ ടു അനദർ റൂൾ. ഓക്കെ, നമ്മൾ ഹക്കൽ റൂൾ ആണ് പഠിച്ചു കഴിഞ്ഞത്. നമ്മൾ
ഹക്കൽ റൂളാണ് പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് ചില സിറ്റുവേഷനിൽ വളരെ നിങ്ങൾ പരീക്ഷയ്ക്ക് തെറ്റിക്കാനുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് പലതും തെറ്റിപ്പോകും. അപ്പൊ ക്രൈറ്റ്സ് റൂൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഈ റൂള് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്നത് നോൺ ബെൻസിനോയിഡ് പോളിസൈക്ലിക് കോമ്പൗണ്ടിലാണ്. റെഡി? ഇത് അപ്ലൈ ചെയ്യുന്നത് എവിടെയാണ്? നോൺ ബെൻസിനോയിഡ് പോളിസൈക്ലിക് കോമ്പൗണ്ടിലാണ് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ ബെൻസീൻ ആയിട്ടുള്ള കോമ്പൗണ്ടിൽ ക്രൈറ്റ്സ് റൂൾ അപ്ലൈ ചെയ്യരുത്, പോളിസൈക്ലിക് അല്ലാത്ത കോമ്പൗണ്ടിൽ ക്രൈറ്റ്സ് റൂൾ അപ്ലൈ ചെയ്യരുത്. സോ ദ കണ്ടീഷൻസ് ആർ മോളിക്യൂൾ ഷുഡ് ബി നോൺ ബെൻസിനോയിഡ്. നോൺ ബെൻസിനോയിഡ് എന്താ വെച്ചാൽ ബെൻസീൻ സ്ട്രക്ചർ ഉണ്ടാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. മോളിക്യൂൾ ഷുഡ് ബി പോളിസൈക്ലിക്, അതായത് ഒരൊറ്റ റിംഗ് ആവരുത്, ഇതുപോലെ ഫ്യൂസ്ഡ് ഒന്നോ അതിലധികമോ റിങ്ങുകൾ ഉണ്ടായിരിക്കണം. അനദർ തിങ് ഈസ് ദാറ്റ് മോളിക്യൂൾ ഷുഡ് പൊസസ് C2 സിമെട്രി. നിങ്ങൾ ബൈലാറ്ററൽ സിമെട്രി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ബോഡി എടുത്തു കഴിഞ്ഞാൽ ബൈലാറ്ററൽ സിമെട്രി ആണ് അല്ലേ? അതായത് നമ്മുടെ ബോഡിന്റെ സെൻട്രലിലൂടെ നിങ്ങൾ ഒരു പ്ലെയിൻ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടും അല്ലെ? 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. അതിനെ ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയും. അതുപോലെ ഒരു സിമെട്രിയാണ് C2 സിമെട്രി. 2 എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇത് ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നാണ്. വാട്ടർ മോളിക്യൂൾ എടുത്തേ, ഞാൻ ഇതിലൂടെ ഇതാക്കുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആക്സിസ് കൺസിഡർ ചെയ്തു, ഒരു ആക്സിസ്. ഓക്കെ, ആ ആക്സിസിൽ ഞാൻ മോളിക്യൂളിനെ ഞാൻ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. സോ വാട്ട് വിൽ ഹാപ്പൻ? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ മറച്ചിടുന്നത് ഉദ്ദേശിച്ചാൽ മതി അല്ലെ? പൊറോട്ടയൊക്കെ മറച്ചിടുന്നത് പോലെ മറച്ചിടുന്നത്. അപ്പോൾ ഈ H2 ഇവിടെ വരും, H1 വരും. അതാണ് ഇവിടെ മാറ്റം സംഭവിച്ചത്. നോക്കൂ, ഈ 2 മോളിക്യൂളെ നിങ്ങൾക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല, രണ്ടും ഒരേ സ്ട്രക്ചറാണ്. ഞാൻ H1 H2 എന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് മനസ്സിലായിരുന്നുള്ളൂ. പക്ഷെ വാട്ടർ മോളിക്യൂളിനെ ഇതുപോലെ ഒരു ആക്സിസിലൂടെ നമ്മൾ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ആ മോളിക്യൂളിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒരു ഓപ്പറേഷൻ, അതായത് സിമ്മെട്രി ഓപ്പറേഷൻ, തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ആ ഒരു സിമ്മെട്രി ആണ് അല്ലെ? സോ സിമ്മെട്രി ഓപ്പറേഷൻ എന്ന് പറയും. ഇതിനെ പറയുന്ന പേരാണ് C2 ആക്സിസ്. അതായത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്ട്രക്ചറിനെ 2 ഇൻഡിസ്റ്റിങ്വിഷബിൾ സ്ട്രക്ചർ ആക്കാൻ പറ്റിയാൽ അവിടെ നിങ്ങൾ ചെയ്തത് C2 ഓപ്പറേഷൻ എന്ന് പറയും. അതായത് 180 ഡിഗ്രി ഒരു ആക്സിസിലൂടെ റൊട്ടേറ്റ് ചെയ്തു. ആ ആക്സിസിനെ വിളിക്കുന്ന പേരാണ് C2 ആക്സിസ്. ഓക്കെ, അപ്പോ ഇവിടെ ക്രൈറ്റ്സ് റൂള് പറയുന്നത് ഇങ്ങനെ മോളിക്യൂൾ എന്ത് വേണം? C2 സിമെട്രി വേണം. റെഡി? അപ്പൊ ഒന്നാമത്തത് മോളിക്യൂൾ നോൺ ബെൻസിനോയിഡ് ആയിരിക്കണം, രണ്ടാമത്തത് പോളിസൈക്ലിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, 3 C2 സിമെട്രി ആയിരിക്കണം. ഓക്കെ, കണ്ടീഷൻ അതാണ്. എന്ന് വെച്ചാല് ഹൗ വിൽ യു പ്രെഡിക്ട് വെദർ ദ മോളിക്യൂൾ ഈസ് ആരോമാറ്റിക് ഓർ നോൺ ആരോമാറ്റിക്? ഇവിടെ ആരോമാറ്റിക്കും നോൺ ആരോമാറ്റിക്കും 2 സിറ്റുവേഷൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ മോളിക്യൂൾ തന്നാൽ, സപ്പോസ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളിക്യൂൾ തന്നു, നിങ്ങളുടെ യൂഷ്വൽ കൺസെപ്റ്റ് അനുസരിച്ച് യു ആർ ഗോയിങ് ടു പ്രെഡിക്ട് ദിസ് ആസ് ആന്റി ആരോമാറ്റിക്. ഇതിനെ നിങ്ങൾ ആന്റി ആരോമാറ്റിക് ആയിട്ടാണ് പ്രെഡിക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് തെറ്റാണ്. അത് നമ്മൾ ഇത്തരം മോളിക്യൂളിൽ നമ്മൾ ഹക്കൽ റൂൾ അല്ല അപ്ലൈ ചെയ്യുക. ഇത്തരം മോളിക്യൂളിൽ നമ്മൾ ഹക്കൽ റൂള് ഉപയോഗിക്കില്ല. നമ്മൾ ഇവിടെ ക്രൈറ്റ്സ് റൂളാണ് ഉപയോഗിക്കുക ഇത്തരം മോളിക്യൂളില്. അപ്പോ അക്കോർഡിംഗ് ടു ഹക്കൽ റൂൾ ഇതെന്താണ്? ആന്റി ആരോമാറ്റിക് ആണ്. പക്ഷെ അക്കോർഡിംഗ് ടു ക്രൈറ്റ്സ് റൂള് ഇറ്റ് ഈസ് നോൺ ആരോമാറ്റിക് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഏതാണ് ഇവിടെ പ്രിഫർ ചെയ്യുക? ക്രൈറ്റ്സ് റൂളാണ് പ്രിഫർ ചെയ്യുക. കാരണം കുറച്ചുകൂടി സ്റ്റേബിൾ അതല്ലേ, നോൺ ആരോമാറ്റിക് അല്ലേ? പക്ഷെ ഈ തരം മോളിക്യൂള് ക്രൈറ്റ്സ് റൂളാണ് ഒബേ ചെയ്യുക. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെ പ്രെഡിക്ട് ചെയ്യാന്ന് വെച്ചാല്, ഇഫ് n ഈസ് ദ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്, n എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടിന്റെ എണ്ണാണ്. വെൻ n ഈസ് ഓഡ്, വെൻ ഓഡ് നമ്പർ ആണെങ്കിൽ മോളിക്യൂൾ ഈസ് said to be aromatic. If n is even, ഡബിൾ ബോണ്ടിന്റെ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ മോളിക്യൂൾ ഈസ് said to be non aromatic. അപ്പൊ മോളിക്യൂൾ നോൺ ബെൻസിനോയിഡ് ആയിരിക്കണം, ഫ്യൂസ്ഡ് പോളിസൈക്ലിക് ആയിരിക്കണം, C2 സിമെട്രി ഉണ്ടാവണം. n എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടിന്റെ നമ്പർ ആണെങ്കിൽ അത് ഓഡ് ആവുന്ന സമയത്ത് ഓഡ് നമ്പർ ആവുന്ന സമയത്ത് മോളിക്യൂൾ ആരോമാറ്റിക്കും, ഈവൻ നമ്പർ ആവുന്ന സമയത്ത് മോളിക്യൂൾ നോൺ ആരോമാറ്റിക്കും ആയിരിക്കും. സോ ലെറ്റ്സ് സീ സം ഇല്ലുസ്ട്രേറ്റീവ് എക്സാമ്പിൾ. ഫസ്റ്റ് മോളിക്യൂൾ നോക്കിയേ. ഇവിടെ ആദ്യം ഇത് നമ്മൾ നോൺ ബെൻസിനോയിഡ് ആണ്, ബെൻസിൻ സ്ട്രക്ചർ ഇല്ല അല്ലെ, പോളിസൈക്ലിക് ആണ്, 2 സൈക്കിൾ ഉണ്ട്. ഓക്കെ, ഇനി ഇതിന് C2 വേണം. ഇതാ നോക്കിയേ, ഇങ്ങനെ ഒരു ആക്സിസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്ത്, ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നോക്കണ്ട, കാരണം അത് എന്താണ്, ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ആണ്, അത് മോളിക്യൂൾ എൻറ്റർ ആയിട്ടാണ്, ഇങ്ങനെയാണ് അത് വരിക. ഓക്കെ,
ഇങ്ങനെയാണ് ആ സ്ട്രക്ചർ വരിക. നിങ്ങൾ അല്ലാതെ റിങ്ങിന്റെ പൊസിഷൻ നോക്കിയാൽ മതി. അതായത് ഇവിടെ ഉള്ള അതേ പൊസിഷൻ ഇവിടെ ഉണ്ട് അല്ലെ, ഇവിടെ ഉള്ള അതേ പൊസിഷൻ ഇവിടെ ഉണ്ട്, ഇവിടെ അതേ പൊസിഷൻ ഇവിടെ ഉണ്ട്. സോ ഇതിനെയാണ് നമ്മൾ C2 സിമെട്രി എന്ന് പറയുന്നത്. ഇങ്ങനെ മറച്ചിടുന്ന സമയത്ത് ഇതേ സ്ട്രക്ചർ കിട്ടും. സോ C2 സിമെട്രിയും ഉണ്ട്. നമ്പർ ഓഫ് എൻ ബോണ്ട് അല്ലെ, ഡബിൾ ബോണ്ട് 1 2 3 4 ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഇത് ഈവൻ നമ്പർ ആണ് അല്ലെ, ഈവൻ നമ്പർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് നോൺ ആരോമാറ്റിക്. ഇത് നോൺ ആരോമാറ്റിക് ആണ്. ഇനി നമ്മുടെ അസുലീൻ നോക്കിയേ, അസുലീൻ അല്ലേ ഇത്, അസുലീന് നമ്മൾ ഇതുപോലെ ക്രൈക്സ് റൂള്, ഇതിന് ഇങ്ങനെ എന്തുകൊണ്ട് C2 സിമെട്രി എടുത്തില്ല എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും അല്ലെ. നോക്കൂ, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 5 മെമ്പേർഡ് ആണ്, സോറി റൈറ്റ് സൈഡിൽ 5 മെമ്പേർഡ് ആണ്, ലെഫ്റ്റ് സൈഡിൽ എന്തുവാ 7 മെമ്പേർഡ് ആണ്. അതുകൊണ്ട് ഇതിനെ മറിച്ചിട്ടാൽ, അങ്ങനെ മറിച്ചിട്ടാൽ എന്ത് കിട്ടില്ല, ഈ സ്ട്രക്ചർ കിട്ടില്ല. സോ അങ്ങനെ C2 സിമെട്രി അതിനില്ല. ഓക്കെ, അതിന് C2 സിമെട്രി ഇല്ല. പക്ഷെ നോക്കിയേ, ഇതാ ഇങ്ങനെ C2 സിമെട്രി ഇല്ലേ അല്ലേ, അതായത് ഇതേ പൊസിഷൻ ഇവിടെ ഉണ്ട് അല്ലെ, ഇതേ പൊസിഷൻ ഇവിടെ ഉണ്ട്, ഇതേ പൊസിഷൻ ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ C2 സിമെട്രി ഉണ്ട്. അതായത് അങ്ങനെ നിങ്ങൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം സ്ട്രക്ചർ കിട്ടും. റെഡി. അപ്പോ എന്താ ഇത്, നോൺ ബെൻസിനോയിഡ് ആണ്, പോളിസൈക്ലിക് ആണ്. ഇനി നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് 1 2 3 4 5 എന്ന് പറഞ്ഞാൽ ഈ ഓടാണ്. സോ മോളിക്യൂൾ ഈസ് ആരോമാറ്റിക്. സോ അസുലീൻ അക്കോർഡിംഗ് ടു ക്രൈക്സ് റൂൾ അസുലീൻ ഈസ് ഓൾസോ ആരോമാറ്റിക്. അസുലീൻ ആരോമാറ്റിക് ആണ്. അല്ലാതെ നമ്മൾ സാധാ നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് വെച്ചാൽ ഇത് ഹക്കൽ റൂൾ ബേസ് ചെയ്താലും ഇത് തന്നെയാണ്, ആരോമാറ്റിക് ആണ്. കാരണം എന്താണ്, 4n+2 പൈ ഇലക്ട്രോൺ ആണ് ഇതിലുള്ളത് അല്ലെ, 2 4 6 8 10 അല്ലെ, when n is equal to 4n+2 ഒബേ ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ 2 റൂൾ ഒബേ ചെയ്താൽ അത് തെറ്റിക്കില്ല. പക്ഷെ ഇത്തരം കോമ്പൗണ്ടുകൾ തെറ്റിപ്പോകും. അടുത്ത കോമ്പൗണ്ട് നോക്കിയേ, ഹെറ്റഡീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് നോക്കിയേ, ഇതിന്റെ C2 ആക്സിസ് ആണ് ഈ തന്നിട്ടുള്ളത്. ഓക്കെ, കാരണം 2 ഭാഗത്തും സിമെട്രിക് ആണ്. ഇനി നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് 1 2 3 4 5 6 ഡബിൾ ബോണ്ട് ആണ്, ഈവൻ ആണ്. സോ നമ്മൾ ഇത് ഹക്കൽ റൂള് വഴി നമ്മൾ ഇത് എന്താണ്, ആന്റി ആരോമാറ്റിക് എന്നാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുക. റെഡി. പക്ഷെ ഇത് ആന്റി ആരോമാറ്റിക് അല്ല, ഇത് നോൺ ആരോമാറ്റിക് ആണ്. ഹിയർ വി ആർ യൂസിങ് ക്രൈക്സ് റൂൾ. ഓക്കെ, അപ്പൊ ക്രൈക്സ് റൂൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള റൂളാണ്, പക്ഷെ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഓർത്തിരിക്കണം. കാരണം ഇത് ഓപ്ഷനുകൾ പരീക്ഷയ്ക്ക് ജാമിന് എന്താണ് ന്യൂമറിക്കൽ ടൈപ്പിൽ ഒരുപാട് മോളിക്യൂൾ തന്നിട്ട് നിങ്ങളോട് ആരോമാറ്റിക് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ ഓപ്ഷനിൽ ഒരുപാട് മോളിക്യൂൾ ഉണ്ടാവും. അപ്പൊ ഇത്തരം മോളിക്യൂളും കാണും. അപ്പൊ അവിടെ നിങ്ങൾ ഹക്കൽ റൂൾ നോക്കരുത്, ക്രൈക്സ് റൂൾ നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ കണ്ടെത്താൻ. ഓക്കെ, റെഡി. അടുത്തൊരു ടൈപ്പ് മോളിക്യൂൾ ആണ്. പറയൂ. ഇതിന് മുന്നേ ഉള്ള ഒരു മോളിക്യൂൾ ഇല്ലേ, അവസാനം പറഞ്ഞ തൊട്ട് മുന്നേ N=5 ആരോമാറ്റിക് ആവുന്ന, അതില് സിമെട്രി നോക്കുമ്പോ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട്സ് നോക്കൂല. ഇല്ല, ഡബിൾ ബോണ്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്തോ വോയിസ് വരുന്നുണ്ട്. ഇത് നോക്കി, ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെയല്ല വരുന്നത്. ഈ ഡബിൾ ബോണ്ട് ഇത് അങ്ങനെ ഡീലോക്കലൈസ്ഡ് ഡബിൾ ബോണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെയാ റൊട്ടേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഈ പൊസിഷൻ ഇവിടെ വരും, ഈ പൊസിഷൻ ഇവിടെ വരും, ഇങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഡബിൾ ബോണ്ട് സിമെട്രിക് അല്ലേ? ഡബിൾ ബോണ്ട് സിമെട്രിക് ആണ്. അപ്പൊ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞു ഡബിൾ ബോണ്ട് നിങ്ങൾ നോക്കണ്ട, കാരണം ഡബിൾ ബോണ്ട് ഡീലോക്കലൈസ്ഡ് ആണ്. അതിന്റെ ഹൈബ്രിഡ് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ ബെൻസീന് നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നടുക്കൊരു വട്ടം വരയ്ക്കുന്നില്ലേ, ഇതെന്തുവാ, ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺ ആണ്. ആ 6 സെക്സ്റ്ററ്റ് എന്ന് പറയുന്നത് ഡീലോക്കലൈസ്ഡ് ആണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ, റെഡി. ഇനി അടുത്തത് ജസ്റ്റ് ഒരു പേരേ ഉള്ളൂ, ക്വാസി ആരോമാറ്റിസിറ്റി. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒന്നുമില്ല, ക്വാസി ആരോമാറ്റിസിറ്റി എന്ന് വെച്ചാല് ചാർജുകൾ ആരോമാറ്റിസിറ്റിക്ക് കാരണമാവുന്നുണ്ടെങ്കിൽ അത്തരം ആരോമാറ്റിക് കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ക്വാസി ആരോമാറ്റിക് കോമ്പൗണ്ട്. ജസ്റ്റ് ഒരു പേര് പറഞ്ഞുള്ളൂ. ഓക്കെ, ക്വാസി ആരോമാറ്റിക് അല്ലേ. It is an aromatic compound which involves charge delocalization, charge present in the ring. A compound where positive or negative charge is a part of the Huckel rule of aromaticity. സിമ്പിൾ ആണ്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ്, വെൽ നോൺ എക്സാമ്പിൾ ആണ് നമ്മൾ സൈക്ലോപ്രോപ്പീനൈൽ കാറ്റയോൺ, സൈക്ലോബ്യൂട്ട ഡൈ കാറ്റയോൺ, അതുപോലെ തന്നെ സൈക്ലോബ്യൂട്ട ഡൈ ആനിയോൺ ഇല്ലേ. ഇതില് 2 ഇലക്ട്രോൺ ആണ്, 4n+2 ഇലക്ട്രോൺ ആണ്. ഇതില് 2 ഇലക്ട്രോൺ ആണ്, 4n+2 ഇലക്ട്രോൺ ആണ്. ഇതില് 2 4 6 അല്ലെ, 6 പൈ ഇലക്ട്രോൺ ഇതിൽ വരും. അതും 4n+2 ഇലക്ട്രോൺ ആണ്. സോ അത് 3 ആരോമാറ്റിക് ആണ്.
ആ ചാർജ് വന്നത് കൊണ്ടാണ്. ഇവിടെ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ വാക്കന്റ് പി ഓർബിറ്റലാണ്, ഇവിടെ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ലോൺ പെയർ ഉള്ള പി ഓർബിറ്റലാണ്, റൈറ്റ്. അപ്പൊ ഇതില് ചാർജ് വന്നത് കൊണ്ടാണ് അതിന് ആരോമാറ്റിസിറ്റി കിട്ടിയത്. ഓക്കെ, ആരോമാറ്റിസിറ്റി ഒരു അൺയൂഷ്വൽ ആയിട്ട് കാണിക്കുന്ന ഒരു മോളിക്യൂൾ ആണ്. ദിസ് ഈസ് കോൾഡ് ഡൈ ആനയോണിക് സ്ക്വയറിക് ആസിഡ് എന്ന് പറയും. ഇതിന്റെ ഒരു ഡീലോക്കലൈസേഷൻ അവിടെ കാണിച്ചിരിക്കുന്നു. സ്ക്വയറിക് ആസിഡ് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഈ ഹൈഡ്രജനും ഇതിനെ റിമൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇവിടുന്ന് ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ ഇവിടുന്ന് H പ്ലസ് റിമൂവ് ചെയ്താൽ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടുന്ന് H പ്ലസ് റിമൂവ് ചെയ്താൽ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. നോക്കിയേ ഇതിന്റെ ഡീലോക്കലൈസേഷൻ നോക്കിയേ, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, അപ്പൊ ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു, പിന്നെ ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തു. യു വിൽ എൻഡ് അപ്പ് വിത്ത് ദിസ് സ്ട്രക്ചർ. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ഇവിടെ ഡബിൾ ബോണ്ട് പോയി. ഇനി തിരിച്ച് ഇയാള് ഇതിങ്ങനെ ഒരു ഡീലോക്കലൈസേഷൻ, അപ്പൊ പുതിയ ഡബിൾ ബോണ്ട് ഇവിടെ വന്നു, ഓക്കെ, ഇവിടുത്തെ ഡബിൾ ബോണ്ട് പോയി. ഇനി തിരിച്ച് ഇങ്ങനെ ഒരു ഡീലോക്കലൈസേഷൻ. അങ്ങനെ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആയ എല്ലാ ഡീലോക്കലൈസേഷൻ നടക്കും. അതായത് ചുരുക്കി പറയുവാണെങ്കിൽ ഈ ഒരു ഡൈ ആനിയോണിക് സിസ്റ്റത്തിൽ നിന്ന് ഈ രണ്ട് ഹൈഡ്രജനും പോയതിന്റെ ഫലമായി ഇതിന് ഹൈ റെസനൻസ് സ്റ്റെബിലൈസേഷൻ കിട്ടുകയാണ്. ആ റെസനൻസ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര പൈ ഇലക്ട്രോൺ ആണ് ബേസിക്കലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? ഈ റിംഗിൽ ഇലക്ട്രോൺ മാത്രം കൺസിഡർ ചെയ്താൽ മതി, ഔട്ട് സൈഡിലുള്ള ഇലക്ട്രോൺ കൺസിഡർ ചെയ്യരുത്. ഇയാള് എത്ര ഇലക്ട്രോൺ ആണ്? ആ 2 ഇലക്ട്രോൺ ആണ് ആക്ച്വലി. അതല്ല, നിങ്ങൾ ഈ പൈ ഇലക്ട്രോണും കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 2, 4, 6 അല്ലെ 6 പൈ ഇലക്ട്രോൺ ഇതിലുണ്ട്. എങ്ങനെയായാലും ഇയാള് നമുക്ക് ആരോമാറ്റിക് കോമ്പൗണ്ട് ആയി കൺസിഡർ ചെയ്യാം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡൈ സ്ക്വയറിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡൈ സ്ക്വയറിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡി. അപ്പൊ ഇത് ചാർജുകൾ വരുന്ന ആരോമാറ്റിക്. അപ്പൊ നിങ്ങൾക്ക് ഒരു ജനറലൈസ് ചെയ്തൊരു കാര്യം പറയാം. ഓൾ ക്വാസി ആരോമാറ്റിക് കോമ്പൗണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. All quasi-aromatic compounds are aromatic, but all aromatic compounds are not quasi-aromatic. Example, benzene is an aromatic compound, but it is not quasi-aromatic. All quasi-aromatic compounds are aromatic. This is a quasi-aromatic compound. It's also aromatic. Quasi-aromatic എന്ന് പറഞ്ഞാൽ നിങ്ങൾ aromatic ആണെന്ന് ഓർത്തുവെച്ചാൽ മതി. ആ പേര് ചാർജ് വന്നതുകൊണ്ട് ഒരു ക്വാസി എന്ന് കൊടുത്തിട്ടുള്ളൂ. ബട്ട് നിങ്ങൾക്ക് ആരോമാറ്റിക് എല്ലാ ആരോമാറ്റിക്കിനെയും കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് വിളിക്കാൻ പറ്റത്തില്ല? ക്വാസി ആരോമാറ്റിക് എന്ന് വിളിക്കാൻ പറ്റില്ല. ചാർജ് സെപ്പറേഷൻ, ചാർജ് ഡീലോക്കലൈസേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ ക്വാസി ആരോമാറ്റിക് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ? റെഡി. ഇനി ഒരു കൺസെപ്റ്റ് സാധാരണ ഇതിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം വരാറ് റെസണൻസ് എനർജിയും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. കുറെ മോളിക്യൂൾ തന്നിട്ട് താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഏതിലാണുള്ളത്, അല്ലെ താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ റെസണൻസ് സ്റ്റെബിലൈസേഷൻ ആർക്കാണുള്ളത്, അല്ലെ താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആരോമാറ്റിസിറ്റി ഏതാണ്. അപ്പൊ ഇവിടെ വരുന്ന ഈ ഇത് കൺസെപ്റ്റ് റെസണൻസ് എനർജിയും അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും ആണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നോക്കുക, ആരോമാറ്റിസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് സ്റ്റെബിലിറ്റി. ആരോമാറ്റിസിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ വെൽ നോൺ സ്റ്റെബിലൈസേഷൻ ഫിനോമിന. ആരോമാറ്റിസിറ്റി ഈസ് നത്തിങ് ബട്ട് സ്റ്റെബിലൈസേഷൻ ഫിനോമിന. ഓക്കെ, സ്റ്റെബിലൈസേഷൻ ഫിനോമിന അത് എങ്ങനെ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയി കണ്ടുപിടിക്കും? സോ ആരോമാറ്റിസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു റെസണൻസ് സ്റ്റെബിലൈസേഷൻ എനർജി. റെസണൻസ് സ്റ്റെബിലൈസേഷൻ എനർജിയിൽ നിന്നാണ് അത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
ഒരുപാട് ആരോമാറ്റിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. പിറോള്, തയോഫിൻ, ഫ്യൂറാൻ, ബെൻസീൻ, പിരിഡിൻ എന്നൊക്കെ പറയുന്ന ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ തന്നിട്ടുണ്ട്. അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് റെസണൻസ് സ്റ്റെബിലൈസേഷൻ എനർജിയും തന്നിട്ടുണ്ട്. നോക്കൂ, ഇതിന്റെ ഓർഡർ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ബെൻസീൻ ഗ്രേറ്റർ ദാൻ, പിരിഡിൻ ഗ്രേറ്റർ ദാൻ, തയോഫിൻ ഗ്രേറ്റർ ദാൻ, പിറോൾ ഗ്രേറ്റർ ദാൻ, ഫ്യൂറാൻ. അല്ലെ, ഫ്യൂറാൻ ഏറ്റവും കുറവാണ് എന്ന് വെച്ചാൽ അരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ എനർജിന്റെ ഓർഡർ ആണ് തന്നിട്ടുള്ളത്. So aromatic stabilization energy is directly proportional to aromaticity. Resonance stabilization energy is directly proportional to aromaticity. So aromaticity in the order idana tannittulladu. So benzene is more aromatic than pyridine, which is more aromatic than thiophene, greater than pyrrole, and which is greater than furan. Okay. അപ്പൊ അതാണ് ആരോമാറ്റിസിറ്റിന്റെ ഓർഡർ. ഇനി ചോദ്യം നേരെ തിരിച്ചു വരും, എന്താണ് ഇതിന്റെ അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഓർഡർ? അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഓർഡർ എങ്ങനെയാണ്? അപ്പൊ ഓൾറെഡി പറഞ്ഞു, aromatic is directly proportional to resonance stabilization energy, which is inversely proportional to aromatic electrophilic substitution reaction. Nothing but it is reactivity. It is reactivity. ഇത് റിയാക്ടിവിറ്റി ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, നമുക്കറിയാം സ്റ്റെബിലിറ്റിയും റിയാക്ഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇനി എന്റെ ചോദ്യം ഇതാണ്, സപ്പോസ് ഐ ആം ടേക്കിംഗ് ബെൻസീൻ ആൻഡ് പിറോൾ. ബെൻസീനും പിറോളും എടുത്തു. ഇതിൽ നമുക്കറിയാം ഇതിൽ മോർ ആരോമാറ്റിക് ഏതാണ്? ബെൻസീൻ ആണ് അല്ലെ? കാരണം അതിന്റെ ആരോമാറ്റിക് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ 36 കിലോ കാലറി പെർ മോൾ ആണ്. ഓക്കെ, റെഡി. പിരിഡിന് പൈറോളിന് ഏകദേശം 21 ആണ്. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഇതിൽ മോർ സ്റ്റേബിൾ ബെൻസീൻ ആണ്, പിരിഡിൻ ആണ് ലെസ് സ്റ്റേബിൾ. അപ്പൊ റിയാക്ടിവിറ്റി അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. പിരിഡിൻ മോർ ഗ്രേറ്റർ ദാൻ, പിരിഡിൻ ഈസ് മോർ പിരിഡിൻ അല്ല, പൈറോൾ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ബെൻസീൻ. ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാല് ഇതാ നോക്കിയേ, റെസണൻസ് എനർജി പെർ ആറ്റം കാൽക്കുലേറ്റ് ചെയ്തു. അതായത് ബെൻസീന്റെ റെസണൻസ് എനർജി എന്ന് പറയുന്നത് 36 ആണ്. 36 എന്ന് പറയുന്നത് വിച്ച് ഈസ് കമ്മിങ് ഫ്രം 6 പൈ ഇലക്ട്രോൺ ആണ് അല്ലെ? 6 പൈ ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ 6 കാർബൺ. ദ ടോട്ടൽ പൈ ഇലക്ട്രോൺ ഡിവൈഡ് ബൈ ടോട്ടൽ കാർബൺ ആറ്റം. 6/6 ഈസ് ഈക്വൽ ടു 1. സോ ബെൻസീനിലെ ഒരു കാർബൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന എഫക്റ്റീവ് ഇലക്ട്രോണിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ ആണ്. ഓക്കെ, റെഡി. ഇനി പിറോളിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് 6 പൈ ഇലക്ട്രോണും 5 കാർബണും ആണ്. അപ്പൊ ഒരു കാർബൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന എഫക്റ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ 1.2 ആണ്. അതായത് ക്ലിയർലി ഇതിൽ നിന്ന് മനസ്സിലായി പൈറോൾ ഈസ് മോർ ഇലക്ട്രോണിക്കലി മോർ റിച്ച്. പിറോൾ ഈസ് ഇലക്ട്രോണിക്കലി മോർ റിച്ച് ദാൻ ബെൻസീൻ. സോ നമുക്കറിയാം ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോഫൈൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ മോർ ഇലക്ട്രോൺ റിച്ച് ഉള്ളിടത്തേക്കാണ് എന്ത് റിയാക്ഷൻ നടക്കുക? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക. അതുകൊണ്ട് പൈറോൾ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ബെൻസീൻ. ബാക്കിയുള്ളതിന്റെ ഓർഡറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൽ ഏറ്റവും റിയാക്ടിവിറ്റി ഇതിൽ വരുന്നത് നമുക്ക് പറയാൻ പറ്റും പൈറോളിനാണ്. ഓക്കെ, റിയാക്ടിവിറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നിട്ടുള്ളതിൽ തയോഫിൻ ഉണ്ട്, ഫ്യൂരാൻ ഉണ്ട്, പിരിഡിൻ ഉണ്ട്. ഇപ്പൊ ബെൻസീനും പിരിഡിനും നോക്കുന്ന സമയത്ത് ഞാൻ അത് മുകളിൽ പറയാം. അത് ചെറിയൊരു എക്സെപ്ഷൻ അവിടെ വരുന്നുണ്ട്. അതൊന്ന് നമുക്ക് ഓർത്ത് വെക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അത് ചോദിക്കാറുണ്ട് പലപ്പോഴും. ബാക്കി നിങ്ങൾക്ക് ഇതിന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയേണ്ട ആൾക്കാർ നമ്മൾ ആദ്യം പറയാം. റിയാക്ടിവിറ്റിന്റെ ഓർഡർ ആണ് ഞാൻ പറയുന്നത്. അതായത് ആരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഓർഡർ ആണ് പറയുന്നത്. ബെൻസീന് നമ്മൾ റെഫറൻസ് ആക്കി എടുത്താൽ ബെൻസീനും അതുപോലെ തന്നെ പിരിഡിനും നോക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ആർക്കാണ് സ്റ്റെബിലിറ്റി കൂടുതലുള്ളത്? ബെൻസീൻ ആണ് അല്ലെ? പക്ഷെ ആർക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ ഉണ്ടാവേണ്ടത്? നമ്മൾ കണക്കനുസരിച്ച്
അപ്പൊ ഇതിൽ ചെറിയൊരു അൺയൂഷ്വൽ ഉണ്ട്, കാരണം അത് നമ്മൾ വേറെ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പൊ ബെൻസീനും ഇപ്പൊ ബെൻസീനും പിരിഡിനും നോക്കുന്ന സമയത്ത് ഞാൻ ബെൻസീൻ ഇവിടെ എടുത്തു, പിന്നെ പിരിഡിന് ഇതിവിടെ എടുത്തു. ഇതുവരെ പറഞ്ഞ ജനറൽ കൺസെപ്റ്റ്, ഇതുവരെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ നമ്മൾ എടുത്തത് ബെൻസീനും പിരിഡിനും പൈറോളും ആണ്, അപ്പൊ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ പറഞ്ഞ പൈറോളിനെ ഞാൻ ഇവിടെ എടുത്തു. ഓക്കെ, ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഓർഡർ ആണ്. പൈറോളിനെ ഇവിടെ എടുത്തു. ഇതിൽ നമുക്ക് ഡൗട്ട് ഇല്ല, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന്റെ ഓർഡർ പൈറോളിനാണ് കൂടുതൽ ബെൻസീനെ അപേക്ഷിച്ച്. കാരണം ബെൻസീൻ ആണ് പൈറോളിനെ അപേക്ഷിച്ച് മോർ സ്റ്റേബിൾ, അതിൽ യാതൊരു ഡൗട്ടില്ല. പക്ഷേ എക്സെപ്ഷനലി ഈ ഒരു പോർഷൻ പിരിഡിനും ബെൻസീനും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെൻസീൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ പിരിഡിൻ. കാരണം ഇവരുടെ റെസണൻസ് സ്റ്റെബിലൈസേഷൻ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആണ്, 36, 32 എന്ന് പറയുന്നത്. മറ്റൊരു വലിയ വ്യത്യാസമുണ്ട്. റെസണൻസ് സ്റ്റെബിലൈസേഷൻ എനർജി ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ. പക്ഷെ ഇവിടെ ഒരു ഇൻഡക്റ്റീവ് എഫക്റ്റ് മേജർ കോസ് ആണ്. അതായത് ഒരു ഇലക്ട്രോ നെഗറ്റീവായ നൈട്രജൻ കാർബണിനെ റീപ്ലേസ് ചെയ്ത് ബെൻസീൻ ന്യൂക്ലിയസിലോട്ട് വന്നു. വി നോ ദാറ്റ് നൈട്രജൻ ഈസ് മോർ electronegative than carbon. So what will happen? This nitrogen could attract some electron density from the ring towards. Okay, അതെന്ത് ചെയ്യും? റിംഗിൽ നിന്ന് കുറച്ച് ഇലക്ട്രോൺ അതിന്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. അപ്പം ഓവറോൾ ഇലക്ട്രോഫൈൽ ഇവിടെ വരുന്ന സമയത്ത് ഈ ഇലക്ട്രോഫൈലിന് കൊടുക്കാനുള്ള എനർജി ഡെൻസിറ്റി ബെൻസീനെ അപേക്ഷിച്ച് ആർക്ക് കുറവായിരിക്കും? പിരിഡിന് കുറവായിരിക്കും. അതുകൊണ്ടാണ് എക്സെപ്ഷനലി pyridine is less reactive than benzene. പക്ഷെ അതിന്റെ സ്റ്റെബിലിറ്റി അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്ന് യാതൊരു വ്യത്യാസവുമില്ല. ബെൻസീൻ ഈസ് മോർ സ്റ്റേബിൾ ദാൻ ദാറ്റ് ഓഫ് pyridine by means of resonance stabilization energy. ഇത് എക്സെപ്ഷനലി ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, റെഡി. അതിന്റെ റീസൺ ഇതാണ്. എന്ത് വരുന്നത് കൊണ്ട്? ഇവിടെ ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ആര് വരുന്നത് കൊണ്ട്? നൈട്രജൻ വരുന്നത് കൊണ്ട്. ഇനി നമുക്ക് മറ്റേ 3 ആൾക്കാരില്ലേ, ആര്? പൈറോൾ. ഇതിന്റെ ഓവറോൾ ഓർഡർ ഞാൻ ഇവിടെ വരയ്ക്കാം, റിയാക്ടിവിറ്റി ഓർഡർ അവർക്ക് നോക്കാം. ഓവറോൾ റിയാക്ടിവിറ്റി ഓർഡർ ഏറ്റവും കൂടുതൽ വരുന്നത് പൈറോൾ മോർ റിയാക്റ്റീവ്. അത് കഴിഞ്ഞിട്ട് ഫ്യൂരാൻ ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് തയോഫീൻ ആണ് വരുന്നത്. ഇത് ചെറിയ സ്ഥലത്ത് അൺയൂഷ്വൽ കാര്യം വരുന്നുണ്ട്. ഓക്കെ, തയോഫീൻ വരുന്നു. ഓക്കെ, റെഡി. പിന്നെ നമുക്ക് എന്താ വരുന്നത്? ബെൻസീന്. ഓക്കെ, പിന്നെ ബെൻസീന്, ഏറ്റവും ലാസ്റ്റ് പിരിഡിൻ. ഓക്കെ, പിരിഡിൻ. ഇതാണ് ഇതിന്റെ റിയാക്ടിവിറ്റി ഓർഡർ. ഇനി പൈറോള്, ഫ്യൂരാന്, തയോഫിന് ഇതെടുക്കുന്ന സമയത്ത് നമുക്ക് പൈറോളിന്റെ കേസിൽ അറിയാം നൈട്രജൻ ആണ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഫ്യൂരാന്റെ കേസിലും തയോഫിന്റെ കേസിൽ, ഫ്യൂരാന്റെ കേസിൽ ഓക്സിജൻ, തയോഫിന്റെ കേസിൽ സൾഫർ ആണ്. ഇങ്ങനെ 2 സംഭവമാണ് വരുന്നത്. ഇതിവിടെ നൈട്രജൻ ആണ്. അപ്പൊ നൈട്രജനും ഓക്സിജനും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇവര് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഈ നൈട്രജനിന് ലോൺ പെയർ ഇലക്ട്രോൺ കൊടുക്കണ്ടേ? അതായത് ആരോമാറ്റിസിറ്റിക്ക് ഇത് ഗവേൺ ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ പൈറോളും ഫ്യൂരാനും നോക്കുന്ന റെസണൻസ് സ്റ്റെബിലൈസേഷൻ എനർജി ആർക്കാ കൂടുതലുള്ളത്? പൈറോളിനാണ് കൂടുതലുള്ളത്. ഫ്യൂരാന് 16 ഉള്ളൂ. അപ്പൊ നമുക്ക് കൺസെപ്റ്റ് അനുസരിച്ച് ഫ്യൂരാൻ ഈസ് ലെസ് സ്റ്റേബിൾ ദാൻ പൈറോൾ പറയും. അപ്പൊ മോർ റിയാക്റ്റീവ് നമ്മൾ ആരെ പറയും? ഫ്യൂരാനെ പറയും. അല്ല, അത് മോർ റിയാക്റ്റീവ് അല്ല. അയാൾ എന്തുകൊണ്ട് ലെസ് റിയാക്റ്റീവ് ആവുന്നു? ഇവിടെ ഓക്സിജൻ വരുന്നത് കൊണ്ടാണ്. ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ നൈട്രജൻ. റെഡി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സ്പ്ലനേഷൻ ആണ് പൈറോന്റെ കേസിലും ഫ്യൂരാന്റെ കേസിലും. ബെൻസീന്റെ കേസിലും പിരിഡിന്റെ കേസിലും സെയിം എക്സ്പ്ലനേഷൻ ആണ്. ഇനി ഫ്യൂരാനും തയോഫീനും നോക്കുന്നേരം വേറൊരു പ്രശ്നം. ഫ്യൂരാന് പ്രശ്നം ഉണ്ടോ നോക്കുക. ഫ്യൂരാന്റെ
16 കിലോ കാലറി പെർ മോൾ ആണ്. തയോഫീൻ്റെത് 29 ആണ്. സോ മോർ സ്റ്റേബിൾ തയോഫീൻ ആണ്, അതുകൊണ്ട് ലെസ് റിയാക്റ്റീവ് ആണ്. അത് ഓക്കെ, അത് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. ഓക്കെ, ലെസ് റിയാക്റ്റീവ് ആണ്. അതായത് മോർ സ്റ്റേബിൾ ആരാണ്? ഇതാണ് തയോഫീൻ ആണ്, അതുകൊണ്ട് ലെസ് റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് ഫ്യൂറാൻ ആണ് മോർ റിയാക്റ്റീവ്. അപ്പൊ ഇതിൽ ഒരു അൺയൂഷ്വൽ വരുന്നത് എവിടെയാണ്? പിറോളിന്റെ കേസിലും ഫ്യൂറാന്റെ കേസിലും ബെൻസീന്റെ കേസിലും പിരിഡിന്റെ കേസിലുമാണ് അൺയൂഷ്വൽ എഫക്റ്റ് വരുന്നത്. അത് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊന്ന് ജസ്റ്റ് ഇതിൽ നിങ്ങൾ എന്ത് ഓർത്ത് വെക്കുക? റെസണൻസ് എനർജിന്റെ ഓർഡർ ഓർത്ത് വെക്കുക. എന്നിട്ട് ഈ രണ്ട് എക്സെപ്ഷണൽ കേസുകളും ഓർത്ത് വെക്കുക. ഏത് ബെൻസീനും പിരിഡിനും പിന്നെ ആര്? ഇവരുണ്ടാവരും. ഓക്കെ, റെഡി. അപ്പൊ കൺസെപ്റ്റ് ഇതാണ്, നമ്മുടെ ജനറൽ കൺസെപ്റ്റ് ആണ്. സ്റ്റെബിലിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റിയാക്ടിവിറ്റി. ഓക്കെ, അടുത്തത് ഒരു പ്രോബ്ലം പരീക്ഷ സ്ഥിരം ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അവിടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് അനിലേഷൻ എഫക്റ്റ്. അനിലേഷൻ എഫക്റ്റ്. അപ്പൊ ചോദ്യം ഇതാണ്. ചോദ്യം എങ്ങനെയാ വരിക എന്ന് വെച്ചാല് 3 തരത്തിൽ ചോദ്യം വരും. ഈ 3 കോമ്പൗണ്ട്, ഓക്കെ, 1, 2, 3, ഇവരുടെ ആരോമാറ്റിസിറ്റി ചോദിക്കാം, ഇവരുടെ അസിഡിറ്റി ചോദിക്കാം. ഓക്കെ, അസിഡിറ്റി ബൈ മീൻസ് ഓഫ് pKa or Ka ചോദിക്കാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് അതാണ് ചോദ്യം ഉണ്ടാവുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞു ചില കോമ്പൗണ്ടുകൾ ആസിഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ തന്നെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദിസ് ഈസ് ആൻ ആസിഡ്. വൈ ഒരു ബേസ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതുപോലെ ഇലക്ട്രോണിക് റിയാക്ഷൻ നടക്കും അല്ലെ? അതായത് H+ റിലീസ് ചെയ്യും അല്ലെ? സോ യു വിൽ എൻഡ് അപ്പ് വിത്ത് this species. What is this? This is aromatic. That is called stabilization phenomena. Cyclopentadiene is aromatic. So ഇത്തരം സിറ്റുവേഷനിൽ നമുക്കിത് ആസിഡ് എന്ന് പറയാം, ഇയാളെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയാം. അപ്പൊ നമുക്ക് അവിടെ pKa റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പൊ നോക്കിയേ, ബേസിക്കലി ഇതെന്താണ്? നമ്മളെ സൈക്ലോപെന്റഡൈൻ ആണ്. ഇവിടെയും ഒരു സൈക്ലോപെന്റഡൈൻ ഇല്ലേ? ദാ ഈ പോർഷൻ. ഇവിടെയും ഒരു സൈക്ലോപെന്റഡൈൻ ഇല്ലേ? ഇതൊക്കെ ബേസിക്കലി ആസിഡ് ആണ്. ഇതൊക്കെ ബേസിക്കലി എന്താണ്? ആസിഡ് ആണ്. പക്ഷേ നമുക്ക് അവരുടെ അസിഡിറ്റിന്റെ ഓർഡർ, ഇപ്പൊ ഇവിടെ വാല്യൂ pKa തന്നിട്ടുണ്ട്. സൈക്ലോപെന്റഡൈനിന്റെ pKa 15 ആണ്. ദിസ് ഈസ് കോൾഡ് ഇൻഡീൻ. ഓക്കെ, ദിസ് ഈസ് കോൾഡ് ഇൻഡീൻ. ഇൻഡീൻ്റെത് pKa 20 ആണ്. ദിസ് ഈസ് കോൾഡ് ഫ്ലൂറിൻ. ഇതിൻ്റെത് എന്താണ്? 23 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം pKa increases acidity decreases. Okay, pKa increases, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ Ka increases, acidity also increases. ഓക്കെ, അപ്പൊ ഇവിടെ pKa വെച്ചിട്ടാണ് ജനറലി ഇത് പറയാ. സോ pKa കൂടുന്നൊരു അസിഡിറ്റി കുറയാണ് ചെയ്യുക. അപ്പൊ ഇതിന്റെ അസിഡിറ്റിന്റെ ഓർഡർ എങ്ങനെയാ? ഇങ്ങനല്ലേ വരിക? സോറി, അസിഡിറ്റിന്റെ ഓർഡർ എങ്ങനെയാ വരിക? ഏറ്റവും കൂടുതൽ അസിഡിറ്റി ആർക്കാണ്? സൈക്ലോപെന്റഡൈൻ ആണ്, പിന്നെ ഫ്ലൂറിൻ ആണ്, പിന്നെ ഇൻഡീൻ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ നമ്മളെ ജനറൽ കൺസെപ്റ്റ് വെച്ച് നോക്കുന്ന ഇത് നമുക്ക് നമ്മുടെ ആ ജനറൽ കൺസെപ്റ്റിന്റെ അതീതമാണ്. നോക്കിയേ, അപ്പൊ ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മൾ ഇതിന്റെ ആസിഡ് ബേസ് റിയാക്ഷൻ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെ? അതായത് ഇവിടെ നിന്ന് ഈ ഹൈഡ്രജൻ, ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് ഇതാണ്. ഇവിടെയുള്ള ഈ ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് ഇതാണ്. ഇവിടുത്തെ ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് ഇതാണ്. എന്തുകൊണ്ട് ഇത് ആസിഡ് ആയി നമ്മൾ ഓൾറെഡി പറഞ്ഞു. സൈക്ലോപെന്റഡൈന് എന്തുകൊണ്ട് ആസിഡ് ആയി? വൈ? ബിക്കോസ് അത് അവിടെ നിന്ന് H+ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ എൻഡ് വിത്ത് ആരോമാറ്റിക് സ്പീഷീസ്. ദിസ് ഈസ് ആരോമാറ്റിക് സ്പീഷീസ് അല്ലേ?
അപ്പൊ അത് ഹൈലി സ്റ്റേബിൾ ആണ്. നമ്മൾ എപ്പോഴും ഒരു റിയാക്ഷൻ നടക്കുന്നത് റിയാക്ടന്റ് അൺസ്റ്റേബിൾ ആയിരിക്കും, പക്ഷെ റിയാക്ഷന്റെ ഫലമായി കിട്ടുന്ന പ്രോഡക്റ്റ് സ്റ്റേബിൾ ആയിരിക്കും. അതായത് ഏതൊരു റിയാക്ഷനും നടക്കുന്നത് സ്റ്റെബിലിറ്റി അക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഏതൊരു റിയാക്ഷനും നടക്കുന്ന സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. ഇപ്പൊ സോഡിയം മറ്റൊരു സ്പീഷീസുമായിട്ട് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സോഡിയം ഒരു ഇലക്ട്രോണ് ക്ലോറിന് വിട്ടുകൊടുത്ത് സോഡിയം എന്ത് ചെയ്യും? അതിന്റെ ഒക്ടറ്റ് കൈവരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഏതൊരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്പീഷീസിലാണ് ഉണ്ടാവുക. ബട്ട് ആഫ്റ്റർ എഫക്ട് ഓഫ് റിയാക്ഷൻ ഈസ് ദ സ്റ്റെബിലിറ്റി, അത് സ്റ്റെബിലിറ്റി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് ഇതാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഡീലോക്കലൈസേഷൻ ഇതിനെ അപേക്ഷിച്ച് ഒരുപാടുണ്ട് അല്ലെ. ഒരുപാട് പൈ ഇലക്ട്രോൺ ഉണ്ട്, ഇങ്ങനെ 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 അതുപോലെ ഇങ്ങനെ ഒരുപാട് ഡീലോക്കലൈസേഷൻ ഇതിൽ പോസിബിൾ ആണ്. ഇതിൽ നോക്കുന്ന സമയത്ത് അതിനെക്കാട്ടിലും കൂടുതൽ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. നമുക്കറിയാം ഡീലോക്കലൈസേഷൻ ഈസ് എ സ്റ്റെബിലൈസേഷൻ ഫിനോമിന അല്ലെ. ആ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്ത് നോക്കുന്നത് നമ്മൾ പറയാ ഏറ്റവും കൂടുതൽ ആസിഡ് ഇയാളാണ് അല്ലെ. കാരണം നമ്മൾ ആരോമാറ്റിസിറ്റിയെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ഡീലോക്കലൈസേഷൻ ബേസ് ചെയ്ത് സ്റ്റെബിലിറ്റി പറയുന്ന സമയത്ത് നമ്മൾ പറയാ ഏറ്റവും കൂടുതൽ ആസിഡ് ഇത്, പിന്നെ ഇത്, പിന്നെ ഇത് എന്നാ പറയും. കാരണം ഇതിലാകെ കുറഞ്ഞ ഡീലോക്കലൈസേഷൻ അല്ലോ. ഇതിലോട്ട് ഒരു ബെൻസീനോടും വന്നു, അപ്പൊ ഡീലോക്കലൈസേഷൻ ബെൻസീന്റെ ഡീലോക്കലൈസേഷൻ കൂടി എക്സ്ട്രാ വന്നു. ഇതിൽ 2 ബെൻസീൻ വന്നു, അപ്പൊ 2 ബെൻസീന്റെ ഡീലോക്കലൈസേഷൻ കൂടി എക്സ്ട്രാ വന്നു. അപ്പൊ നമ്മൾ ജനറൽ കൺസെപ്റ്റ് വെച്ച് നമ്മൾ എങ്ങനെ പറയും? ഏറ്റവും കൂടുതൽ ഇയാള് ആസിഡ്, പിന്നെ ഇത്, പിന്നെ ഇത് എന്ന് പറയും. പക്ഷെ അതല്ല ഇവിടെ നമ്മൾ പറയുന്നത്. ഇവിടെ പുതിയൊരു ഫിനോമിനാണ് പറയുന്നത്, അനിലേഷൻ എഫക്റ്റ് എന്ന് വെച്ചാൽ. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമുക്ക് ഓൾറെഡി ഒരു ആരോമാറ്റിക് സ്പീഷീസ് നമ്മൾ ജനറേറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? സൈക്ലോപെന്റാഡൈൻ. സൈക്ലോപെന്റാഡൈനിൽ ആനിയോൺ ഈസ് ഫോംഡ് ഫ്രം സൈക്ലോപെന്റാഡൈൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് ആരോമാറ്റിക്. ഇനി നമ്മൾ അതിലോട്ട് ബെൻസീൻ റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ ഇതിലോട്ട് ഒരു ബെൻസീൻ റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്ട്രക്ചർ ഇതാണ്, 2 ബെൻസീൻ സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇതാണ്. അങ്ങനെ നിങ്ങൾ ബെൻസീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ചാൽ ഇയാൾക്ക് ഒരു ആരോമാറ്റിസിറ്റി ഉണ്ട് അല്ലെ. ഇയാൾക്ക് ഒരു ആരോമാറ്റിസിറ്റി ഉണ്ട്. ബെൻസീനും ഒരു ആരോമാറ്റിസിറ്റി, അതായത് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. റൈറ്റ്, ബെൻസീന്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ 36 കിലോ കാലറി പെർ മോൾ ആണ്. അപ്പൊ നിങ്ങൾ ആരോമാറ്റിക് ആയ ബെൻസീനെ ഇതിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റെസൊണൻസ് എനർജി പെർ ബെൻസീൻ കുറയാണ്. അതായത് ഇതിൽ നിങ്ങൾക്ക് 36 ഉണ്ടാവില്ല റെസൊണൻസ്, ലെസ് ദാൻ 36. ഇവിടുത്തെ കേസിന് ലെസ് ദാൻ 36. അതായത് വളരെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഒരു ആരോമാറ്റിക് നോൺ ബെൻസിനോയിഡ് സ്ട്രക്ചറിലോട്ട് നിങ്ങൾ ബെൻസീൻ റിംഗ് ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓവറോൾ ആരോമാറ്റിസിറ്റി ഡിക്രീസ് ചെയ്യും. ഒന്നുകൂടെ പറയാം, ആരോമാറ്റിക് ആയിട്ടുള്ള ഒരു നോൺ ബെൻസിനോയിഡ് സ്ട്രക്ചറിലോട്ട് നിങ്ങൾ, അതായത് ഇത് ഇവിടെ ആരോമാറ്റിസിറ്റി പറയില്ല, ഞാൻ അതിന്റെ കോൺജുഗേറ്റ് ബേസിന്റെ കാര്യമാണ് പറയുന്നത്. അരോമാറ്റിക് ആയിട്ടുള്ള നോൺ ബെൻസിനോയിഡ് സ്ട്രക്ചറിലോട്ട് നിങ്ങൾ ബെൻസീൻ റിംഗിന്റെ എണ്ണം കൂട്ടും തോറും എന്ത് സംഭവിക്കും? അതിന്റെ ഓവറോൾ ആരോമാറ്റിസിറ്റി കുറയും. ഈ എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഈച്ച് റിംഗ് ഇൻ ഫ്യൂസ്ഡ് സിസ്റ്റം gives the part of aromaticity to the adjacent ring is called annihilation effect. എന്ന് വെച്ചാൽ ഈ റിംഗിൽ നോക്കൂ, ബെൻസീന്റെ ഈ 2 ഇലക്ട്രോണ് ആരുടെയും കൂടെ ഇലക്ട്രോൺ ആണ്? സൈക്ലോപെന്റാഡൈനിൽ ആനിയോണിന്റെയും കൂടി ഇലക്ട്രോൺ ആണ്. ബെൻസീനിലുള്ള ഈ 2 ഇലക്ട്രോണ് മറ്റേ ബെൻസീനിലുള്ള ഈ 2 ഇലക്ട്രോണ് ആരുടെയും കൂടി ഇലക്ട്രോൺ ആണ്? സൈക്ലോപെന്റാഡൈനിൽ ആനിയോണിന്റെയും കൂടി ഇലക്ട്രോൺ ആണ്. പക്ഷെ നിങ്ങൾ ബെയർ ബെൻസീൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അത് ബെൻസീന്റെ തന്നെ ഇലക്ട്രോൺ ആണ്. നിങ്ങൾ ബെയർ സൈക്ലോപെന്റാഡൈനിൽ ആനിയോൺ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നമുണ്ടോ? അത് സൈക്ലോപെന്റാഡൈനിൽ ആനിയോണിന്റെ ഇലക്ട്രോൺ തന്നെയാണ്. അതായത് ഇതിനൊരു റെസൊണൻസ് എനർജി ഉണ്ടാവും, ലെറ്റ്സ് സേ എക്സ്. ഇതിനൊരു റെസൊണൻസ് എനർജി ഉണ്ടാവും, ലെറ്റ്സ് സേ വൈ. അപ്പൊ ഇതിലുള്ള റെസൊണൻസ് എനർജി പി ഷുഡ് ബി ലെസ് ദാൻ വൈ. ഇതിലുള്ള റെസൊണൻസ് എനർജി എക്സ് ഷുഡ് ബി ലെസ് ദാൻ, സോറി ഇതിനെ ഞാനൊരു ക്യൂ എന്ന് കൊടുത്തു, സോ ക്യൂ ലെസ് ദാൻ എക്സ്. അപ്പൊ ഇത് എന്തുകൊണ്ടാ വെച്ചാൽ അതിനെയാണ് നമ്മൾ അനിലേഷൻ എഫക്റ്റ്. ഒന്നുകൂടെ പറയാം, ഒരു ഫ്യൂസ്ഡ് ഒരു സിസ്റ്റം,
മൊത്തത്തിൽ ആരോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റം ആണ്. അതിൽ ഒരു റിങ്ങിന്റെ പൈ ഇലക്ട്രോണ് മറ്റേ റിങ്ങിന്റെ ആരോമാറ്റിസിറ്റി കാൽക്കുലേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് അനിലേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആരോമാറ്റിക് ആയിട്ടുള്ള ഒരു നോൺ ബെൻസിനോയിഡ് സ്ട്രക്ചറിലോട്ട് നിങ്ങൾ ബെൻസീൻ റിങ്ങിന്റെ എണ്ണം കൂട്ടും തോറും അനിലേഷൻ എഫക്റ്റ് കൂടുന്നു. അനിലേഷൻ എഫക്റ്റ് കൂടുന്തോറും ആരോമാറ്റിസിറ്റി ഡിക്രീസ് ചെയ്യുന്നു. സോ ഇതിന്റെ ആരോമാറ്റിസിറ്റിന്റെ ഓർഡർ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാം. സോ ആരോമാറ്റിസിറ്റിന്റെ ഓർഡർ ദിസ് ഗ്രേറ്റർ ദാൻ ദിസ്. ഓക്കെ, പിന്നെ പിന്നെ നിങ്ങളോട് അസിഡിറ്റിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ അസിഡിറ്റി വി ആർ എക്സ്പ്ലെയിനിങ് ഓൺ ദ ബേസിസ് ഓഫ് ദ സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസ്. ഓക്കെ, അസിഡിറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റെബിലിറ്റി ഓഫ് എ കോൺജുഗേറ്റ് ബേസ്. ഇപ്പൊ ഇവിടുത്തെ കോൺജുഗേറ്റ് ബേസ് എന്താ? ഇത് ആസിഡ് ആണ്. ഓക്കെ, ഇവിടുത്തെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് ഇയാളാണ്. ഓക്കെ, so this is acid, this is base. So acidity is explained by stability of conjugate base. മറ്റൊരു തരത്തിൽ പറഞ്ഞ ആരോമാറ്റിസിറ്റി, ഇവിടെ നമ്മൾ ആരോമാറ്റിസിറ്റി ആണ് സ്റ്റെബിലിറ്റി നോക്കുന്നത്. ആരോമാറ്റിസിറ്റി ഓഫ് കോൺജുഗേറ്റ് ബേസ്. റെഡി? അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ഈ തരത്തിലുള്ള ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി കുറച്ച് പ്രോബ്ലം ആണ്, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് വെക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇതോടെ ഇവിടെ തീർന്നു. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഇൻ ദ കറക്റ്റ് ഓർഡർ ഓഫ് ആരോമാറ്റിസിറ്റി. ഇവിടെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാം. ഇവിടെ എല്ലാം ബെൻസീൻ ആണ്. ഇതൊരു ബെയർ ബെൻസീൻ ആണ്. ഇവിടെ 2 ബെൻസീൻ റിങ്ങുകൾ ഫ്യൂസ് ചെയ്തതാണ്. ഇവിടെ 3 ബെൻസീൻ റിങ്ങുകൾ ഫ്യൂസ് ചെയ്തതാണ്. നമ്പർ ഓഫ് benzene ring increases, aromaticity or resonance energy per benzene decreases. That leads to the decrease in aromaticity. അതായത് നമ്പർ ഓഫ് ബെൻസീന്. അപ്പോ ഇതില് ഇവിടെ നോക്കുക, ഇവിടെ ഒരു ബെൻസീൻ റിംഗ് ആണ്. സോ റെസണൻസ് എനർജി പെർ ബെൻസീൻ ആണ് ഇവിടെ 36 ആണ്. ഇവിടെ 2 റിംഗ് ഉണ്ട്. സോ 36/2 ആണ് ഇവിടെ വരുന്നത് റെസണൻസ് എനർജി പെർ ബെൻസീന്. സോറി, ഇതിന്റെ റെസണൻസ് എനർജി മൈനസ് ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. 59 മൈനസ് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഇതാക്കുന്ന അങ്ങനെയാണ് കാൽക്കുലേഷൻ വരുന്നത്. റെസണൻസ് എനർജി പെർ ബെൻസീൻ, ബെൻസീന്റെ കേസിൽ ടോട്ടൽ റെസണൻസ് എനർജി എന്ന് പറഞ്ഞാൽ 36. അവിടെ ഒരു ബെൻസീൻ സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് റെസണൻസ് എനർജി പെർ ബെൻസീൻ 36. നാഫ്തലീന്റെ കേസിൽ ടോട്ടൽ റെസണൻസ് എനർജി 59 ആണ്. 2 ബെൻസീൻ റിംഗ് ഉണ്ട്. സോ റെസണൻസ് എനർജി പെർ ബെൻസീൻ 29.5 ആണ്. ആന്ത്രസീന്റെ കേസിൽ റെസണൻസ് എനർജി 71 ആണ്. 3 ബെൻസീൻ റിംഗ് ഉണ്ട്. റെസണൻസ് എനർജി പെർ ബെൻസീൻ ഈസ് 23.67. സോ റെസണൻസ് എനർജി പെർ ബെൻസീൻ ഡിക്രീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഓവറോൾ അതിന്റെ എന്ത് കുറയുന്നു എന്നാണ്? ആരോമാറ്റിസിറ്റി കുറയുന്നു എന്നാണ്. സോ ഡിപ്പെൻഡ് അപ്പോൺ ദ റെസണൻസ് എനർജി പെർ ബെൻസീൻ റിംഗ്, ദ ആരോമാറ്റിസിറ്റി ഓഫ് എബവ് കോമ്പൗണ്ട് ഏറ്റവും കൂടുതൽ ബെൻസീന്, പിന്നെ നാഫ്തലീന്, പിന്നെ ആന്ത്രസീനാണ്. അപ്പൊ ഇതൊരു കൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് ആരോമാറ്റിസിറ്റി പറയാൻ. റെസണൻസ് എനർജി, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് ഫ്യൂസ്ഡ് സ്ട്രക്ചറിൽ അതായത് ബെൻസിനോയിഡ് അല്ലാത്ത സ്ട്രക്ചർ വരുന്ന സമയത്താണ് നമ്മൾ അനിലേഷൻ എഫക്ട് പറഞ്ഞത്. പക്ഷെ ബെൻസീൻ സ്ട്രക്ചർ തന്നെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആരോമാറ്റിസിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെസണൻസ് എനർജി പെർ ബെൻസീൻ നോക്കിയാൽ മതി. ഓക്കെ, റെഡി? ഇനി അടുത്തൊരു ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ് ബെസ്റ്റ് ഹൈഡ്രേറ്റ് ഡോണർ? ഹൈഡ്രേറ്റ് ഡോണർ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു ആറിൽ നിന്ന് ഹൈഡ്രേറ്റ് പോകുന്ന വെച്ചാൽ എന്താ സംഭവിക്കുക? അവിടെ ബോണ്ടും കൊണ്ടിട്ടാണ് അയാൾ പോവുക, അല്ലെ? അതായത് H- ആണ് അവിടുന്ന് റിലീസ് ചെയ്യുക. ഇതിൽ അങ്ങനെ ആരാണുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ ഇത് ബേസിക്കലി കൺസെപ്റ്റ് എന്താണ്? ആരോമാറ്റിസിറ്റി ആണ്. ഇതിനിപ്പോ ഇവിടെ ആരോമാറ്റിസിറ്റി കിട്ടാൻ ഒരു സാധ്യത അല്ല. കാരണം എന്താ? അവിടെ കോൺജുഗേഷൻ അത്ര പോസിബിൾ അല്ല. ഇവിടെ നോക്കൂ, ഒരു സ്ലൈറ്റ് എക്സ്റ്റെൻഡ് കോൺജുഗേഷൻ ഇതിലുണ്ട്. അത് 2 ഭാഗത്തൊക്കെ ഉണ്ട്, അല്ലെ? അതായത് നമ്മുടെ റെഫറൻസ് സിസ്റ്റം 2 ഭാഗത്തുണ്ട്, അല്ലെ?
ഇവിടെ റെഫറൻസ് സിസ്റ്റം ഒരു ഭാഗത്തേ ഉള്ളൂ, റൈറ്റ്. ഇത് പിന്നെ പിരിഡിനാണ്, ഇത് എവിടെ ഹൈഡ്രജൻ കൊടുക്കാനില്ല. അപ്പൊ നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണ് ഉള്ളത്. അതിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയിട്ട് ഓപ്ഷൻ 2 കൊടുക്കാം. കാരണം എന്താ, കോൺജുഗേഷൻ കൂടുതൽ അതിലാണുള്ളത് അല്ലെ. ഇനി അതെങ്ങനെ വരിക നോക്കാം. നോക്കിയേ, ഇവിടുന്ന് ഹൈഡ്രജൻ അല്ലെ, ഇവിടുത്തെ ഹൈഡ്രജന് ഹൈഡ്രേറ്റ് ആയിട്ട് പോയി. യു വിൽ എൻഡ് അപ്പ് വിത്ത് ദിസ് അല്ലെ. വാട്ട് ഈസ് ദിസ്? ആരോമാറ്റിക് കോമ്പൗണ്ട്. ഇവിടെ 2 2 2 ടോട്ടൽ 6 pi ഇലക്ട്രോൺ എല്ലായിടത്തും അല്ലെ. ഇസ് sp2 ഹൈബ്രിഡൈസ്ഡ് അല്ലെ. sp2 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 അല്ലെ. ഇത് sp3 ആണ് നോട്ടത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോൺജുഗേഷനിലുള്ള ലോൺ പെയർ ഇലക്ട്രോൺ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ്, ഇത് നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ, ഇനി ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് അസിഡിറ്റി ഓഫ് ദ മാർക്ക്ഡ് ഹൈഡ്രജൻ ഓഫ് ദ ഫ്ലോയിങ് മോളിക്യൂൾ ഈസ്. ഇവിടെ മാർക്ക്ഡ് ഹൈഡ്രജൻ എന്ന് വെച്ചാൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഹൈഡ്രജൻ ആണ്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഹൈഡ്രജൻ ആണ്, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഹൈഡ്രജൻ ആണ്. ചോദ്യം വളരെ ഒന്നുകൂടി മനസ്സിലാക്കി വായിക്കുക. ഈ ഹൈഡ്രജനുകളുടെ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ ആണ്. അപ്പൊ മോളിക്യൂളിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ 2 ബെൻസീൻ റിങ് ഒരു മെത്തിൽ ഗ്രൂപ്പിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു റിംഗ് ആണ് ഇത്. ഇത് ഫ്യൂസ്ഡ് സ്ട്രക്ചർ ആണ്. ഏതിൽ നിന്ന് വന്നതാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഫ്ലൂറിൻ മോളിക്യൂൾ, റൈറ്റ്. ഇറ്റ്സ് ഫ്ലൂറിൻ മോളിക്യൂൾ അല്ലെ. ഇനി അതില് മൂന്നാമത്തെ കേസിൽ ഫ്ലൂറിന്റെ ബേസിക് സ്ട്രക്ചർ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു ഹൈഡ്രജൻ പകരം ഒരു ബെൻസീൻ റിംഗ് വന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിന്റെ അസിഡിറ്റി പറയാൻ ഞാൻ എന്താ പറഞ്ഞത്? നമ്മൾ ഒരു ആസിഡിന്റെ അസിഡിറ്റി പറയുന്നത് ഇറ്റ്സ് ഫ്രം ദ സ്റ്റെബിലിറ്റി ഓഫ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ് അല്ലെ. അയാളുടെ കോൺജുഗേറ്റ് ബേസിന്റെ സ്റ്റെബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയാ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇതാണ് ഇതിന്റെ കോൺജുഗേറ്റ് ബേസ്. ഇതിൽ നിന്ന് കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് എന്താ വരിക? ഇതാണ് കോൺജുഗേറ്റ് ബേസ്. ഇതിൽ കോൺജുഗേറ്റ് ബേസ് ഇതാണ്. ഇനി നമ്മൾ ഇവിടെ എന്ത് കൺസെപ്റ്റ് അപ്ലൈ ചെയ്യണമെന്ന് ആദ്യം നോക്കാം. ഓൾറെഡി ഇത് ആരോമാറ്റിസിറ്റിയെ കുറിച്ച് പറയാനും നമുക്ക് ഇതിലിപ്പോ ഇതാണ് ഇയാളുടെ സ്റ്റെബിലിറ്റി ആണ്. ഇതിൽ ഏത് കാർബാനിയോൺ ആണ് മോർ സ്റ്റേബിൾ എന്ന് പറയാം. ഇത് നോക്കുക, ഇതെന്താണ്? ബെൻസൈൽ കാർബാനിയോൺ ആണ്. അപ്പൊ ഈ ലോൺ പെയറിന് ഇലക്ട്രോൺ ഈ ബെൻസീനുമായിട്ട് ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇതിന് ഈ ബെൻസീനുമായിട്ട് ഡീലോക്കലൈസേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് എന്ത് പറയാനില്ല, വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അവിടെ ഡീലോക്കലൈസേഷൻ ഇവിടെ നോക്കൂ, ഇതും കമ്പയർ ചെയ്യുന്ന ഇതും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ പുതിയൊരു ആരോമാറ്റിസിറ്റി കൂടി ഇതിന് ജനറേറ്റ് ചെയ്തു അല്ലെ. അതാണ് ഇത് അല്ലെ. ഇതിന് പുതിയൊരു ആരോമാറ്റിസിറ്റി കിട്ടി, ഇതിലും അതുപോലെ പുതിയൊരു ആരോമാറ്റിസിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏറ്റവും കുറവ് ആർക്കാണ് വരിക? ഏറ്റവും കുറവ് വരുന്ന ഓപ്ഷന് ഏറ്റവും കുറവായിരിക്കും വരിക 1 വരിക അല്ലെ. 1 വരിക. കാരണം അതിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഹൈഡ്രജൻ റിലീസ് ചെയ്തത് കൊണ്ട് അവിടെ പുതിയ ആരോമാറ്റിസിറ്റി ഒന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല. ഡീലോക്കലൈസേഷൻ പുതുതായി വന്നു എന്നുള്ളൂ. അപ്പൊ 1 ഏറ്റവും കുറവുള്ള ഓപ്ഷൻ അല്ലാത്തത്, ഒന്ന് ഏറ്റവും കുറവുള്ള ഓപ്ഷന് നമുക്ക് ആകെ 1 ഉള്ളൂ. അപ്പൊ എ കട്ട് ചെയ്യാം, സി കട്ട് ചെയ്യാം, ഡി കട്ട് ചെയ്യാം. ആൻസർ ഇപ്പം തന്നെ കിട്ടി. ഇനി പ്രത്യേകിച്ച് ആൻസറിലോട്ട് ഇനി വേറെ ചെയ്യണമെന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ വളരെ ക്ലെവർ ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസൈൻ ചെയ്ത് നോക്കിയേ, ഒരു കൺസെപ്റ്റ് കിട്ടിയിട്ട് അതിന്റെ ബേസിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റി. ഇനി കൺഫ്യൂഷൻ വരുന്നത് ഈ 2 ആളിലും ആണ്. ഈ 2 ആളിൽ നമുക്ക് എന്തുണ്ട്? 2 അനിലേഷൻ എഫക്റ്റ് ഉണ്ട് അല്ലെ. 2 അനിലേഷൻ എഫക്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് പുതിയൊരു അനിലേഷൻ എഫക്റ്റ് അവിടെ വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ നോക്കൂ, ഈ ഫിനൈൽ റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇയാൾ ഫ്യൂസ്ഡ് റിംഗ് അല്ല, അതുകൊണ്ട് ഇയാൾ അനിലേഷൻ എഫക്റ്റ് കാണിക്കുന്നില്ല. അനിലേഷൻ എഫക്റ്റ് കാണിക്കണമെങ്കിൽ ഫ്യൂസ്ഡ് റിംഗ് ഉണ്ടാവണം. ഓക്കെ, പക്ഷേ ഇവിടെ ഹൈഡ്രജന് പകരം ബെൻസീൻ റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവിടെ എന്താ ബെനിഫിറ്റ് ഉണ്ടായത്? ഒരു പുതിയ ഡീലോക്കലൈസേഷനും ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു പുതിയ ഡീലോക്കലൈസേഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു
അല്ലെ? അതുകൊണ്ടാണ് 3ക്ക് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വന്നത്. അതായത് 3ന്റെ കറസ്പോണ്ടിങ് കോമ്പൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ അസിഡിറ്റി ഉള്ളത്, പിന്നെ 2, പിന്നെ 1. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. റെഡി? ഇത് ചോദ്യങ്ങൾ ഒക്കെ ചോദിക്കേ. ഓക്കെ, അടുത്ത ചോദ്യമാണ് ദ കോമ്പൗണ്ട് ദാറ്റ് ഗിവ്സ് പ്രസിപ്പിറ്റേറ്റ് ഓൺ വാർമിംഗ് വിത്ത് അക്വസ് AgNO3. ഇത് നമ്മൾ പല ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ഉണ്ട്, അതിൽ Br ഉണ്ട്, അത് എന്ത് ഫോം ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യണമെങ്കിൽ, ഇപ്പൊ AgBr ഇവിടെ ഫോം ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് കാർബോകാറ്റോൺ ഫോം ചെയ്യണം. അതായത് ഇവിടെ ഇങ്ങനെ പോളറൈസേഷൻ നടക്കണം. അപ്പൊ തന്നിട്ടുള്ള കോമ്പൗണ്ടില് ഏതിലാണ് ഈ പോളറൈസേഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ നോക്കിയാൽ മതി. അപ്പൊ ക്ലിയർലി ഇത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം, ഇതും അവോയ്ഡ് ചെയ്യാം, കാരണം അത് രണ്ട് ആരോമാറ്റിക് കോമ്പൗണ്ടുകൾ, ബെൻസീൻ ന്യൂക്ലിയസുകളാണ് അല്ലെ? ബെൻസീൻ ന്യൂക്ലിയസുകളാണ്. ഇനി ഇതിൽ രണ്ട് ആരും നോക്കിയാൽ മതി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ഇതാണ്, ഇത് ആന്റി ആരോമാറ്റിക് ആണ്. ഇതിൽ നിന്ന് കിട്ടുന്ന കോമ്പൗണ്ട് ആരോമാറ്റിക് ആണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഗിവ്സ് AgBr precipitate? അതേ ചോദ്യം തന്നെയാണ് അല്ലെ? അപ്പൊ ഇതില് നിങ്ങൾക്ക് അറിയാം, ഇവിടെ നിങ്ങൾക്ക് ഇത് പോയി കഴിഞ്ഞാൽ കിട്ടിയ ആന്റി ആരോമാറ്റിക് ആണ്, ഇതിൽ ഇയാൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ആരോമാറ്റിക് ആണ്, ഇതിൽ നിങ്ങൾക്ക് Br പോയി കഴിഞ്ഞാൽ കിട്ടിയ ആരോമാറ്റിക് ആണ്. അപ്പൊ ഏതൊക്കെ ആരോമാറ്റിക് വരുന്നത്? 2 ഉം 3 അല്ലേ? അപ്പൊ ഓപ്ഷൻ സി, 2 and 3 ഓൺലി. ഓക്കെ, ഇപ്പൊ എത്ര ഈസി ആയി? നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ടല്ല എനിക്ക് ഈസി ആയത്. നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റ് ഒന്നും പഠിക്കാതെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വളരെ ഡിഫിക്കൽട്ട് ആയി. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഓടും. ഓക്കെ, അടുത്ത ചോദ്യം, ദ കറക്റ്റ് ഓർഡർ ഓഫ് അസിഡിറ്റി ഫോർ ദ ഫോളോയിങ് കോമ്പൗണ്ട്. അപ്പൊ ഇവിടെ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഓർക്കണം, ഒരു H+ പോവുകയാണ്. അപ്പൊ ഇവിടുത്തെ ഹൈഡ്രജൻ, ഇവിടുത്തെ ഹൈഡ്രജൻ, ഇവിടുത്തെ ഹൈഡ്രജൻ. ഓക്കെ, ഒന്നാമത്തതിൽ നിന്ന് H+ പോയാൽ, H+ ആണ് പോവുക കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ കോമ്പൗണ്ടിൽ നിന്ന് H+, ഒന്നാമത്തെ കോമ്പൗണ്ടിൽ നിന്ന് H+ പോയി കഴിഞ്ഞാൽ യു വിൽ എൻഡ് അപ്പ് വിത്ത് ദിസ് കാർബാനിയം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ യു വിൽ എൻഡ് വിത്ത് എന്താണ്? ദിസ് കാർബാനിയം. ഓക്കെ, മൂന്നാമത്തതിൽ നിന്ന് വിൽ എൻഡ് വിത്ത് ദിസ് കാർബാനിയം. ഓക്കെ, അപ്പൊ ക്ലിയർലി ഒന്നും ആരോമാറ്റിക് ആണ്, 3 ആരോമാറ്റിക് ആണ്. രണ്ടാമത്തേത് എന്താണ്? ആന്റി ആരോമാറ്റിക് ആണ് വരിക അല്ലെ? H+ പോയി കഴിഞ്ഞാൽ ഇല്ലേ, ഇയാളിൽ നിന്ന് H+ പോയി കഴിഞ്ഞാൽ, H+ പോയി കഴിഞ്ഞാൽ യു വിൽ എൻഡ് വിത്ത് ദിസ് സ്ട്രക്ചർ അല്ലെ? ദിസ് ഈസ് നത്തിങ് ബട്ട് സൈക്ലോപ്രൊപ്പീനൈൽ ആനിയോൺ ഇസ് ആന്റി ആരോമാറ്റിക്. സോ നിങ്ങൾക്ക് ഏറ്റവും കുറവ് ഉള്ളത് ബി എന്ന് വരുന്ന ഓപ്ഷൻ നോക്കുക ഏറ്റവും. അപ്പൊ അതല്ലാത്തൊക്കെ കട്ട് ചെയ്യാം, എയും കട്ട് ചെയ്യാം, ബിയും കട്ട് ചെയ്യാം. അപ്പൊ ഓപ്ഷൻ ഡിയും കട്ട് ചെയ്യാം. ആൻസർ കിട്ടി, ഇപ്പം തന്നെ കിട്ടി. ആൻസർ ഇപ്പം തന്നെ കിട്ടി അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ആർക്കാണ്? എക്ക്. ഏറ്റവും കുറവ് ബിക്ക്. അത് മിഡിൽ സി. ശരിയാണ്. എന്തുകൊണ്ടാണ് ഈ എയും സിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്ക് ഏറ്റവും കൂടുതൽ അസിഡിറ്റി വന്നത്? രണ്ടും ഓൾറെഡി ആരോമാറ്റിക് ആണ്, അതിൽ പ്രശ്നമില്ല. പക്ഷെ പിന്നുള്ള ആ ഒരു കാർബാനിയോന്റെ സ്റ്റെബിലിറ്റി ആണ്. അതായത് ഇതിൽ നെഗറ്റീവ് ചാർജ് ആണ്. ഈ നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഇത് ഹൈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഹൈലി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ. അപ്പോൾ ഹൈലി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വരുന്നത് കൊണ്ട് ആ എ എന്ന് പറയുന്ന ആ ഒരു ഇന്റർമീഡിയറ്റ് കാർബാനിയോൺ ഹൈലി സ്റ്റേബിൾ ആണ്. അപ്പൊ നോക്കിയേ, ഈ എലിമിനേഷൻ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്ത് നോക്കണമെന്നില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ദാറ്റ്സ് ഓൾ. ഇപ്പോ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. നന്നായി പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ടേക്ക് കെയർ.